Hello, good evening all. Good evening. Kelkunnunda, can you hear me? Very good evening. Amit, sugalla? Hello. എല്ലാവരും reply. Chat box ഒക്കെ ഒന്ന് പറപ്പിച്ച് എല്ലാവരും. പോരട്ടെ എവിടെ എല്ലാവരും? ബാക്കി എല്ലാവരും എവിടെ? 7 മണിയായില്ല, സമയമായില്ല. എല്ലാവരും റിപ്ലൈ റെസ്പോണ്ട് ചെയ്യൂ. ഗ്രൂപ്പിൽ ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യൂ. ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യൂ മക്കളെ. ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യൂ. എവിടെ എല്ലാവരും? സാറിന് സുഖമാണ്. ബാക്കി എല്ലാവരും വരും അമിത്തെ. സമയം ആയതല്ലേ ഉള്ളൂ. എല്ലാവരും വരും. All will be coming. Okay. Hello. മക്കളെ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? മഴക്കുണ്ടോ? ഇന്നിപ്പോൾ ലീവൊക്കെ ആയില്ല. ഇന്ന് ബസ്സൊന്നും ഉണ്ടായിരുന്നല്ലോ. ബസ്സില്ലാത്തത് കൊണ്ട് സെറ്റപ്പല്ല. ബസ്സില്ലാത്തത് കൊണ്ട് ഇപ്പൊ നാളെ പണിമുടക്കാണല്ലോ അല്ലേ? ലീവാണോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് തിയറി ടോപ്പിക്സിലൂടെ മെല്ലെ ഒന്ന് ഓട്ടോപ്രദേശനം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. വി നീഡ് ടു ഡീൽ അബൌട്ട് ദ ചാപ്റ്റർ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ അല്ലേ? ഓഹോ, 3 മണിയുടെ സ്കൂൾ ഉണ്ടായിരുന്നു. ദേവ, ഹലോ, ഹൗ ആർ യു ദേവ? സുഖമല്ല ദേവ? മക്കളെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നമുക്ക് തുടങ്ങേണ്ടത് ഇൻവേർട്ടിബിൾ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ അത് ഒരേ സമയം എന്തായിരിക്കണം? 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോ ഒരേ സമയം 1 ഒരേ സമയം ഓൺ 2 ആയെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഇൻവേർട്ടിബിൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇൻവേർട്ടിബിൾ എന്ന വാക്കിന്റെ അർത്ഥം ഇൻവേഴ്സ് ഉണ്ടാവുക എന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 1 ആൻഡ് ഓൺ 2 എന്ന കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ബൈജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ആ ഫംഗ്ഷൻ ഒരേ സമയം 1 ആൻഡ് ഓൺ 2 ആയിരിക്കണം. അതായത് ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ആ കൺസെപ്റ്റ് അറിയോ? ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയാൽ മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ എന്ന കോൺസെപ്റ്റ് അറിയോ? നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇൻവേഴ്സിബിൾ ആകണമെങ്കിൽ, ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഒരേ സമയം 1 ആയിരിക്കണം, ഒരേ സമയം ഓൺ 2 ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോഴാണ് ഞാൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരാള് ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ ഞാൻ f(x) sin x എന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ പരിഗണിക്കുന്നു. sin x എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ പരിഗണിക്കുന്നുണ്ട് ഞാൻ. sin x എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ പ്ലസ് 1 നമ്മൾ പഠിക്കുന്നതാണ്. ഇതാണ് sin x എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫ്. ക്ലിയർ ആണല്ലോ? sin x എന്ന് പറയുന്ന ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫിലേക്ക് ഞാൻ there is a test called as horizontal line test. ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് കോൾഡ് ആസ് horizontal line test. ഓക്കെ അല്ലേ? നോർമലി നമ്മൾ horizontal line test യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിതാ ഇതിലൂടെ ഒരു horizontal line വരച്ചപ്പോൾ അത് നിങ്ങൾക്ക് കാണാം ഒന്നിലേറെ പോയിന്റുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. പോയിന്റുകളിൽ ഈ വരച്ച ഹൊറിസോണ്ടൽ ലൈന് ആ ഫംഗ്ഷന്റെ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 അല്ല. അപ്പൊ സിംപ്ലി എനിക്ക് പറയാം, ഈ ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. 1 അല്ലാത്ത സ്ഥിതിക്ക് ഇത് എന്തുമല്ല മക്കളെ? ബൈജക്റ്റീവുമല്ല. അപ്പൊ നോർമലി ചിന്തിക്കുമ്പം എന്തല്ല? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ബൈജക്റ്റീവ് അല്ല. ഞാൻ sin x എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ എക്സാമ്പിൾ എടുത്തിട്ട് അതിലേക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അടിച്ചപ്പോൾ എനിക്കിത് 1 അല്ല എന്നും ബൈജക്റ്റീവ് അല്ല എന്നും കിട്ടി എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മീനിങ്? ആ
ആളെന്തല്ല, സൈൻ എക്സ് എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. സൈൻ എക്സ് ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ ബൈജക്റ്റീവ് ആയേ തീരൂ. ഒരേ സമയം 1 1 ഒരേ സമയം ഓൺ 2 ആയെങ്കിൽ മാത്രമേ ഈ പറയുന്ന സൈൻ എക്സ് എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്തുണ്ടാവുകയുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഇൻവേഴ്സ് ഇല്ല. ഇൻവേഴ്സ് ഇല്ലാത്തതിന്റെ കാരണം എന്താ? പുള്ളിക്കാരൻ 1 1 അല്ല, പുള്ളിക്കാരൻ ബൈജക്റ്റീവ് അല്ല. ഐഡിയ കത്തിയോ? റെസ്പോണ്ടി. ഞാനിപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ ബേസിക് ഐഡിയ കത്തിയോ? വേഗം പറ. യെസ് എല്ലാവരും റെസ്പോണ്ടി. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ചാറ്റ് ബോക്സിൽ ഇനിയും ആൾക്കാരുണ്ടല്ലോ. വേഗം പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടരാം. അപ്പൊ നമുക്ക് സംശയമായി, അപ്പൊ സാറേ ബൈജക്റ്റീവ് അല്ല എന്ന് സാർ പറഞ്ഞു. ബൈജക്റ്റീവ് അല്ല എങ്കിൽ ഉറപ്പായിട്ടും എന്തല്ല, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ഇൻവേഴ്സ് ഉണ്ടാകൂല. എന്നിരുന്നാലും നമ്മൾ എന്ത് പഠിക്കുന്നു? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇൻവേഴ്സ് ഉണ്ടാകുന്നു? ഇൻവേഴ്സ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇൻവേഴ്സ് ഉണ്ടാകുന്നു? സാറ് പറഞ്ഞു ബൈജക്റ്റീവ് ആയാലേ ഇൻവേഴ്സ് ഉണ്ടാകൂ. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ബൈജക്റ്റീവ് അല്ലെങ്കിൽ ശരിക്കും സൈൻ എക്സിന് എന്തുണ്ടാവാൻ പാടില്ല, ഇൻവേഴ്സ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു? നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിനെ കുറിച്ച്, അതായത് സൈനിന്റെ ഇൻവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെ സംഭവിക്കും എന്ന ഡൗട്ട് നമുക്ക് നിർബന്ധമായിട്ടും തോന്നണം. ആ തോന്നലിലേക്കുള്ള മറുപടിയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ, വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. എന്താ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന കോൺസെപ്റ്റിനെ നമ്മൾ കൊണ്ടുവന്ന് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ എല്ലാം തന്നെ ഈ പറയുന്ന 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെയും, സൈൻ ആയിക്കോട്ടെ, കോസ് ആയിക്കോട്ടെ, ടാൻ ആയിക്കോട്ടെ, കൊസീക്ക് ആയിക്കോട്ടെ, സീക്ക് ആയിക്കോട്ടെ, കോട്ട ആയിക്കോട്ടെ, ഈ പറയുന്ന 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സ്പെസിഫിക് ഇന്റർവെല്ലിലേക്ക് അതിനെ ചുരുക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനു വേണ്ടി നമ്മൾ ചുരുക്കുന്നു? എന്തിനു വേണ്ടി നമ്മൾ ചുരുക്കുന്നു? ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ചുരുക്കുന്നു. അപ്പോൾ 2 പോയിന്റ് നോർമലി ചിന്തിക്കുമ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ബൈജക്റ്റീവ് അല്ല, അവർക്ക് ഇൻവേഴ്സ് ഇല്ല. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി എനിക്ക് അതിനെ ബൈജക്റ്റീവ് ആക്കുകയും ഇൻവേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഡു സം അഡ്ജസ്റ്റ്മെന്റ്, റൈറ്റ്? ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ത്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ഇന്റർവെല്ലുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവരെ ചുരുക്കി കൊണ്ടുവരുന്നു. ഈ ചുരുക്കി കൊണ്ടുവരുന്ന ഇന്റർവെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് കുട്ടികളെ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ ആണല്ലോ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുമ്പം നമുക്ക് 6 ആൾക്കാരുള്ളത്. സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്, കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട് അല്ലേ? നമുക്ക് പിന്നെ ആരുണ്ട്? നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സ് ഉണ്ട്. ഈ 6 പേരുടെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഈ 6 പേരുടെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അവരെ ഇൻവേർട്ടിബിൾ ആക്കാൻ പറ്റുള്ളൂ. അവർ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ ഇവരെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക് നമ്മൾ ചുരുക്കണം. അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 ടു ക്ലോസ്ഡ് -π/2 ടു ക്ലോസ്ഡ് π/2 ആണ്. അതായത് ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നിങ്ങൾ ഇതിലേക്ക് ചുരുക്കിയാൽ മാത്രമേ, നിങ്ങൾ ഈ ഇന്റർവെല്ലിലേക്ക് സൈൻ എക്സ് എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ ഇതിലേക്ക് നിങ്ങൾ ചുരുക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സൈൻ ഇൻവേഴ്സ് എക്സിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഒന്നും കൂടെ, സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നിങ്ങൾ ഈ ഇന്റർവെല്ലിലേക്ക് നിങ്ങൾ ചുരുക്കണം, ഈ ഇന്റർവെല്ലിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്നും സൈൻ ഇൻവേഴ്സ് ഉണ്ടെന്നും പറയാൻ പറ്റുള്ളൂ. അതേപോലെ കോസ് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ കോസിനെ നിങ്ങൾ ക്ലോസ്ഡ് 0π എന്ന ഇന്റർവെല്ലിലേക്ക് ചുരുക്കണം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പഠിച്ചു വെച്ചോ, ഓർത്ത് വെച്ചോ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് -π/2 ടു π/2 ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് 0 ടു ക്ലോസ്ഡ് π ആയിരിക്കും. അതേപോലെ
അതേപോലെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ നെഗറ്റീവ് പൈ ബൈ 2 കോമ ഓപ്പൺ പൈ ബൈ 2 ആയിരിക്കും. ഓപ്പൺ നെഗറ്റീവ് പൈ ബൈ 2 കോമ ഓപ്പൺ പൈ ബൈ 2 ആയിരിക്കും എന്ത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലേ. അതേപോലെ കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കിട്ടണമെങ്കിൽ എന്താണോ നിങ്ങളുടെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അതിൽ നിന്ന് 0 റിമൂവ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ എന്തിന് 0 റിമൂവ് ചെയ്യുന്നു, എന്തിന് 0 റിമൂവ് ചെയ്യുന്നു, എന്തിന് 0 റിമൂവ് ചെയ്യുന്നു? എനിക്ക് എന്റേതായിട്ടുള്ള ഉത്തരമുണ്ട്. കാരണം 0 റിമൂവ് ചെയ്യാനുള്ള കാരണം സൈൻ എന്ന് പറയുന്ന ആള് 0 ആകുമ്പോൾ സൈൻ 0 ആണ്, കൊസീക്ക് 0 അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ കേസിൽ നിന്ന് ആ 0 എന്ന വാല്യൂവിനെ ഞാൻ എടുത്ത് ഒഴിവാക്കിയത്. ക്ലിയർ ആണല്ലോ. അതേപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ് ഞാൻ ചെയ്യുമ്പോൾ കോസ് ഇൻവേഴ്സ് 0 to പൈ ആണ്, 0 to പൈ ആണ് കോസ് ഇൻവേഴ്സ് എക്സ്. അവിടെ നിന്ന് അതിൽ നിന്നും സീക്ക് എക്സ് ഡിഫൈൻഡ് അല്ലാത്ത ആംഗിൾ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. കാരണം കോസ് പൈ ബൈ 2 എന്താണ് 0 ആണ്. അപ്പൊ സീക്ക് പൈ ബൈ 2 നോട്ട് ഡിഫൈൻഡ് ആണ്. സോ സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ക്ലോസ് 0 to പൈ മൈനസ് പൈ ബൈ 2 ആയിരിക്കും. അവസാനം കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ 0 to ഓപ്പൺ പൈ ആയിരിക്കും. ഓക്കെ അല്ലേ? എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളിത് പഠിച്ചു വെക്കുമ്പോൾ നിങ്ങളതായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങളതായിട്ടുള്ള ലോജിക് ഉണ്ടാക്കിയിട്ടേ പഠിക്കാവൂ, കാണാതെ പഠിക്കരുത്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 സെക്ഷനായിട്ട് മാറ്റി. ആ 2 സെക്ഷനിൽ ഓരോ സെക്ഷനിലും 3 ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരേപോലുള്ള 3 ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാനൊക്കെ എന്ത് ചെയ്തത് പണ്ട് കാലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നെഗറ്റീവ് ക്ലോസ്ഡ് നെഗറ്റീവ് പൈ ബൈ 2 to പൈ ബൈ 2. അവിടുന്ന് 0 പോയാൽ ആരായി കൊസീക് ഇൻവേഴ്സ് എക്സ് ആയി. ഇതിന് ഓപ്പൺ ആക്കിയാൽ ആരായിട്ട് മാറി ടാൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറി. അപ്പോൾ ഒരാളെ 3 എണ്ണാക്കി നമ്മൾ പഠിച്ചു അല്ലേ. രണ്ടാമത്തെ കേസിൽ കോസ് ഇൻവേഴ്സിന്റെ ക്ലോസ് 0 to പൈ ആണ്. അവിടുന്ന് പൈ ബൈ 2 കുറച്ചാൽ എന്തായി സീക്ക് ഇൻവേഴ്സ് എക്സ് ആയി. അതിന് ഓപ്പൺ ഇന്റർവെൽ ആക്കിയാൽ ആരായിട്ട് മാറി കോട്ട് ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറി. ഇങ്ങനെ 2x3 വെച്ച് 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 കാറ്റഗറി ആയിട്ട് നിങ്ങൾ ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. 3 എണ്ണാക്കി മുറിച്ച് ചെയ്യണം കേട്ടോ. റെഡി? അപ്പൊ എന്തുകൊണ്ട് 0 ഒഴിവാക്കി? ഈ 0യിൽ കൊസീക്ക് ഡിഫൈൻഡ് അല്ല. റെഡി കാശി? എന്തുകൊണ്ട് പൈ ബൈ 2 ഒഴിവാക്കി? പൈ ബൈ 2 സീക്ക് എന്തല്ല ഡിഫൈൻഡ് അല്ല. ദാറ്റ്സ് എ റീസൺ സർ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി അത് മാത്രമല്ല നമുക്ക് ഈ നെഗറ്റീവ് പൈ ബൈ 2 to പൈ ബൈ 2ന്റെ കേസും കൂടെ നമുക്കൊന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ് പൈ ബൈ 2 to പൈ ബൈ 2ന്റെ കേസ് ഞാൻ പറയുമ്പോൾ ഞാൻ ആ സൈൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കേണ്ടത്. ഇവിടെയും ദാ നെഗറ്റീവ് പൈ ബൈ 2 മുതൽ ക്ലോസ്ഡ് പൈ ബൈ 2 വരെ നിങ്ങൾ ഇതിനെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാതെ ഇത് ഒരേ സമയം 1 ഉണ്ടോ? എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഒരേ സമയം 1 ആണ് പുള്ളിക്കാരൻ, ഓൺ 2 അതുകൊണ്ടാണ് ഈ ഏരിയയിൽ നെഗറ്റീവ് പൈ ബൈ 2 to പൈ ബൈ 2 എന്ന സൈനിൻ്റെ റീജിയനുള്ളത് എന്താവുന്നത് ഇവിടെ പുള്ളിക്കാരൻ എന്താവുന്നത് പുള്ളിക്കാരൻ അവിടെ ബൈജക്റ്റീവ് ആയിട്ട് മാറുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ മക്കളെ? റെഡി? റെസ്പോണ്ട് വേഗം. തിയറി പെട്ടെന്ന് പറയാ, ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാ, പോവാ. ഓക്കെ? ACP 15 മിനിറ്റ് കഴിഞ്ഞോട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? യെസ് അമിത്, ഓഫ് കോഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം. Let me check the next topic. ഓക്കെ. ഇപ്പൊ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ എന്താണ്? സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ 1/2 ആണെങ്കിൽ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ 1/2 ആണെങ്കിൽ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ ഈ സൈൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആയിട്ട് മാറും. ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡൂയിങ് ഓഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ സൈൻ പൈ ബൈ 6 1/2 ആണെങ്കിൽ പൈ ബൈ 6 കിട്ടാൻ എന്ത് ചെയ്യണം? ഈ സൈനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്തായിട്ട് മാറും? പുള്ളി എന്തായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആയിട്ട് മാറും. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കണം, ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 വെച്ചിട്ട് എനിക്ക് ചെയ്ത് കിട്ടുന്ന ഈ പൈ ബൈ 6 എന്ന് പറയുന്ന ആംഗിള്, ആ ആംഗിളിനെ ഉത്തരമായിട്ട് ഞാൻ എടുക്കാനുള്ള കാരണം എന്താണ്? സൈൻ ഇൻവേഴ്സിനെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരമായിട്ടുള്ള പൈ ബൈ 6 എവിടെ കിടക്കുന്നുണ്ട്? അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2
2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് π/6 എന്ന് വിളിക്കാം. കാരണം ഈ π/6 എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് π/2 ടു π/2 എന്ന ഇന്റർവെലിന്റെ ഇടയിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വിളിക്കാം. റെഡി അല്ലേ? Of course, students, approx ഒരു മണിക്കൂർ തിയറി ഞാൻ പറയും. After that only I will move into questions, okay? You can hear, you will be getting more concepts on the same, okay? അത്യാവശ്യം ഇച്ചിരി സ്പീഡിൽ ഞാൻ പറയുന്നുണ്ടെന്നുള്ളൂ, പക്ഷേ എൻ്റെ കൂടി കഴിഞ്ഞ് നോട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പരമാവധി ഞാൻ റിപ്പീറ്റ് ചെയ്തും കൂടെ പറയുന്നുണ്ട്. I think it will be enough for the 1 hour class to get the exact theory, okay? So ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് some additional things related to this, some results. ഞാൻ റിസൾട്ട്സ് എന്ന് പറയുന്ന ഒറ്റ ഇതിലേക്ക് ഞാനതിനെ മാറ്റാൻ പോകുന്നുണ്ട്. സം റിസൾട്ട്സ്. ഒന്ന്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എൻട്രൻസ് പോയിന്റ് ഓഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കുറച്ച് റിസൾട്ടിൽ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേത് 2 tan inverse xന്റെ ഞാൻ ലെവൽ ഹൈ ലെവൽ ടു ലോവർ ലെവലിലൊക്കെ പോകുന്നുണ്ട് റിസൾട്ടിൽ കേട്ടോ. ഒന്നാമത്തെ കേസിൽ 2 tan inverse xന് 3 റിസൾട്ടുകളുണ്ട്. ആ 3 റിസൾട്ടുകളും ഇമ്പോർട്ടൻ്റ് ആണ്. 2 tan inverse x is equal to sin inverse of 2x divided by 1 plus x square എന്നും അതേ 2 tan inverse xനെ you can write like which is equal to cos inverse of 1 minus x square divided by 1 plus x square എന്നും അതേ 2 tan inverse xനെ എനിക്ക് tan inverse of 2x divided by 1 minus x square എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ. അപ്പോൾ 2 tan inverse xന് വി ഹാവിങ് 3 ഫോർമുല, നമുക്ക് 3 ഫോർമുലകളുണ്ട്. ഈ 3 ഫോർമുലകളും നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് +1 നിങ്ങൾ പഠിച്ച ഒരു കണ്ടന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കേണ്ട രീതി ഇത്രയേ ഉള്ളൂ. നമ്മൾ +1 ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന 3 ഫോർമുലയുണ്ട്. tan 2θയ്ക്ക് 3 ഫോർമുല പഠിക്കുന്നുണ്ട്. ആർക്ക്? tan 2θയ്ക്ക് നമ്മൾ 3 ഫോർമുല പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫോർമുല 2 tan θ by 1 plus tan square theta. എക്സിന് tan ആലോചിക്കുക. 2 tan θ by 1 plus tan square theta. 1 minus tan square theta by 1 plus tan square theta. 2 tan theta divided by 1 minus tan square theta. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റിൽ 3 കേസിലും 2 tan inverse x ആണ്. അപ്പോൾ 2 tan inverse xന് അല്ലെങ്കിൽ ഒരു 2 tan inverse xന് 3 റിസൾട്ടുകളുണ്ട്. ഒന്ന് sin inverseന്റെ ഫോർമുല ആണെങ്കിൽ, ഒന്ന് cos inverseന്റെ ഫോർമുല ആണെങ്കിൽ, ഒന്ന് tan inverseന്റെ ഫോർമുല ആയിരിക്കും. ഓക്കേ ആണോ? Same method. Kashinada, what is the meaning of that? I didn't get you that. I didn't get you on that. Kashinada uddesham parayu. Kashi endha uddesham parayu. What do you mean by that same method? മനസ്സിലായില്ല? Okay, നോക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, വീണ്ടും റിസൾട്ടുകളെ വീണ്ടും അടുത്ത 3 എണ്ണം. Sin inverse of negative x. നെഗറ്റീവ് വരാം. ഓക്കെ, വെരി ഗുഡ്. നോട്ട്സ് എടുക്കോ, നോട്ട്സ് ഉണ്ടാക്കിക്കോ, നോട്ട്സ് എടുത്തോട്ടാ. ബയോ ലൈവ് ഉണ്ട്, ഏത് കാണാം? ഐ ഡോണ്ട് നോ സർ. അഭിജിത്ത് ഐ ഡോണ്ട് നോ സർ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് ഒന്നാമത്തെ റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട് നിങ്ങൾക്ക് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നെഗറ്റീവ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ tan inverse of minus x is equal to negative tan inverse x. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് 3 ആൾക്കാർക്ക് ഒരേ ഫീച്ചർ ഉണ്ട്. മെഗാമിസ് സെറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ആപ്പ്. ഓക്കെ, ഐ ഡോണ്ട് നോ സർ. സോ നമുക്കറിയാം 3 കാര്യങ്ങളാണ്. 3 ആൾക്കാരാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഉണ്ട്,
കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം സൈൻ ഇൻവേഴ്സിന്റെയും കൊസീക് ഇൻവേഴ്സിന്റെയും ടാൻ ഇൻവേഴ്സിന്റെയും ഉള്ളിൽ നെഗറ്റീവ് വാല്യൂസ് വരുന്ന കേസിൽ മൂന്നിന്റെ കേസിലും ആ നെഗറ്റീവിനെ പുറത്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സ് നെഗറ്റീവ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, കൊസീക് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സ് നെഗറ്റീവ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? ഓക്കെയാണോ? 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 ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആർ യു ഓക്കെ വിത്ത് ദിസ്? ആർ യു ഓക്കെ വിത്ത് ദിസ്? ആർ യു ഓക്കെ വിത്ത് ദിസ്? മക്കളെ ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണോ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കോ. ഷൂട്ട് യുവർ ഡൗട്ട്സ് ഓൺ ദ ചാറ്റ് പ്ലീസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഫൈൻ. വാട്ട് കള്ളം? ഐ ഡോണ്ട് ഗെറ്റ് യു സർ. ഓക്കെ 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 ഓക്കെ. ഇതിൽ വീണ്ടും നിങ്ങൾക്ക് അറിയുമെങ്കിലും ഇല്ലെങ്കിലും ഞാൻ റീകോൾ ചെയ്യുന്നു, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതിൻ്റെ ഒക്കെ കൂടെയാണ് ഈ നെഗറ്റീവ് പുറത്തേക്ക് വരാന്നുള്ളത് കാണാതെ പഠിക്കരുത്. ഐ റിപ്പീറ്റ് ദാറ്റ്. നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കരുത്. പകരം നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലോട്ട് പോവുക. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് കാണാം, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നിങ്ങൾ നോക്കുമ്പോൾ നെഗറ്റീവ് പാർട്ട് വരുന്ന മൂന്ന് ആൾക്കാരാണ്. നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു ഇവിടെ നെഗറ്റീവ് പാർട്ട് വരുന്നുണ്ട്. നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു ഇവിടെ നെഗറ്റീവ് പാർട്ട് വരുന്നുണ്ട്. ക്ലോസ്ഡ് നെഗറ്റീവ് പൈ ബൈ ടു മൈനസ് 0 ഇവിടെയും എന്ത് വരുന്നുണ്ട്? നെഗറ്റീവ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള മൂന്ന് ആൾക്കാരാണ്. ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സ്, ഒന്ന് ടാൻ ഇൻവേഴ്സ് എക്സ്, ഒന്ന് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ്. ആരൊക്കെയാണ്? സൈൻ ഇൻവേഴ്സ് എക്സിലും നെഗറ്റീവ് ഉണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സിലും നെഗറ്റീവ് ഉണ്ട്, കൊസീക് ഇൻവേഴ്സിലും നെഗറ്റീവ് ഉണ്ട്. ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി ആ മൂന്ന് കേസിലുമാണ് നെഗറ്റീവ് പുറത്ത് ചാടിയിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 2 മണിക്കൂർ കൊണ്ട് ജാങ്കോ will be doing the maximum. There is no magic to clear all the questions within this 2 hours. Okay? ഐഡിയ കത്തിയോ? വെരി ഗുഡ്. അതേപോലെ നമുക്ക് ഇനിയുമുണ്ട് സാധനങ്ങൾ. ഒന്ന് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തേത് സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ? മൂന്നാമത് കോട്ട് ഇൻവേഴ്സ് ഓഫ് minus x is equal to pi minus cot inverse x. Clear അല്ലേ? ബാക്കി മൂന്നെണ്ണത്തിലൊക്കെ എന്താ? നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ജാങ്കോ മാക്സിമം ശ്രദ്ധിക്കൂ. റെഡിയാണോ? ഓക്കെയാണോ മക്കളെ? വേഗം പറയൂ. ഓക്കെ, ഹാപ്പി? ക്ലിയർ. നമുക്ക് നോക്കാം, നമുക്ക് വീണ്ടും തുടരാം. അടുത്തത് ഇനി നമുക്കുള്ളത് കോഫങ്ഷൻസിന്റെ ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂട്ടുമ്പോൾ പൈ ബൈ 2 ആയിരിക്കും ഉത്തരം. രണ്ട് സെക്കൻഡ് നമ്പർ ടു കൊസീക് ഇൻവേഴ്സ് എക്സും കൊസീക് ഇൻവേഴ്സ് എക്സും സീക്ക് ഇൻവേഴ്സ് എക്സും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്തായിരിക്കും? പൈ ബൈ 2 ആയിരിക്കും. മൂന്നാമത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സും കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സും കൂടെ കൂട്ടുമ്പോഴും പൈ ബൈ 2 ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും ഉണ്ടാവും ജാങ്കോ. ഓക്കെ മക്കൾ, ഓക്കെയാണോ? കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, only first 2 ആണ്. I don't know about that, sir. അപ്പൊ ഇത് ആരൊക്കെ തമ്മിലാന്നും കൂടി മനസ്സിലായില്ലേ? സൈനും കോസും കോ ഫങ്ഷൻസ് ആണ്. സൈൻ
കോസൈൻ. ഓക്കെ, കോ ഫങ്ഷൻസ് ആണ്. കൊസീക്കും സീക്കും തമ്മിലാണ്, സീക്കും കോസീക്കുമാണ് അല്ലേ. ടാനും കോട്ടാനും തമ്മിലാണ്. സോ കോ ഫങ്ഷൻസുകൾ തമ്മിലാണ് ഇൻവേഴ്സുകൾ കൂട്ടുമ്പോൾ π/2 വരിക. ഈ എക്സൊക്കെ അതിന്റെ ഇവിടെ കിടക്കണം, അതിന്റെ ഡൊമൈൻ്റെ ഉള്ളിൽ കിടക്കേണ്ട സാധനങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഡൊമൈൻ ഒക്കെ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടി നോക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിന്റെയും കോസ് ഇൻവേഴ്സ് എക്സിന്റെയും ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെയും സീക്ക് ഇൻവേഴ്സ് എക്സിന്റെയും കോഡ് ഇൻവേഴ്സ് എക്സിന്റെയും ഡൊമൈനുകൾ എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിക്ക് ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. മക്കൾ നോക്കണം, പഠിക്കണം. ഓക്കെ, പറ്റുമെങ്കിൽ ടേബിൾ ബുക്ക് കയ്യിലുണ്ടെങ്കിലും തുറന്നു വെച്ച് നോക്കുക. ആ ടേബിൾ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന കോളത്തിന്റെ ഇപ്പുറത്ത് എന്തും കൂടി കാണാം. നിങ്ങൾക്ക് അതിന്റെ ഡൊമൈനും കൂടി കാണാം. ആർ യു ഓക്കേ വിത്ത് ദിസ്? ഷാൽ ഐ കണ്ടിന്യൂ? നമുക്ക് തുടരാം, നമുക്ക് ബാക്കിയിലോട്ട് പോവാം. Shall we do? ബാക്കിയിലോട്ട് പോകാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അതിൽ പഠിക്കേണ്ട മറ്റു രണ്ട് ഫോർമുല കണ്ടുപിട്ട ഒരാളാണ് ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈയും കൂടെ കൂട്ടുമ്പോൾ ദ ബേസിക് ഫോർമുല ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന ഫോർമുലയും രണ്ടാമതായിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ ആയിട്ട് മാറും. വ്യക്തമാണോ? ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണോ മക്കളെ? ഈ രണ്ട് ഫോർമുലകൾ പഠിച്ചിട്ടില്ലേ? ഇനി ഈ ഫോർമുല ഓർക്കണമെങ്കിൽ സിമ്പിൾ ആണ്. പ്ലസ് 1 ട്രിഗണോമെട്രിയിലെ ഫോർമുല ടാൻ എ എക്സ് ടാൻ എ വൈ ടാൻ ബി. ഓക്കെ, ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അതാണ് എ പ്ലസ് ബി ഫോമാറ്റിൽ അല്ലേ. ഇനി നിങ്ങൾ നോക്ക്, എ മൈനസ് ബി ഫോമാറ്റിൽ വരുമ്പം ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി എന്ന ഫോർമാറ്റിലാണ്. ഓക്കെ അല്ലേ? കാശി, യെസ്, കുറേ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കാശി കേട്ടോ. നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലേക്ക് പക്ക ജെയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ആ ജോയിൻ ചെയ്ത കുട്ടികൾ അതിന് മറുപടി കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഇനി അതിലേക്ക് നമുക്ക് ചെയ്യേണ്ട 2-3 കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് മക്കളെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. രണ്ടാമത്തേത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ ഈക്വൽ ടു തീറ്റ. മൂന്നാമത്തേത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ. നിങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഈ എഴുതുന്ന തീറ്റ നിർബന്ധമായിട്ടും അതാത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ എവിടെ ആയിരിക്കണം? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലായിരിക്കണം അല്ലേ. എൻ്റെ കൂടെ ഉള്ള എക്സാമിനറിൽ ഓൾറെഡി എടുത്ത കുട്ടികളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞ കൊല്ലത്തെ പ്ലസ് 1 JEE ക്ലാസ് ഇരുന്നിട്ട് പ്ലസ് 2 JEE ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ലെവൽ ചേഞ്ച് വന്നു, അന്ന് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് ലെവൽ ഉണ്ടായിരുന്നു, നിലവിൽ അത് എത്ര പെർസെൻറ്റേജ് ലെവലിലേക്ക് മാറിയെന്നും കൂടി ആ ഒരു കൺവേർഷൻ പെർസെൻറ്റേജ് കൂടി എൻ്റെ മക്കളെ ACP ആൻഡ് ഓൾ ദ ടീംസ്, അമിത് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേക്കണേ ഗ്രൂപ്പിൽ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അതേഴ്സ്. ബാക്കിയുള്ള ആൾക്കാരുടെ ഡൗട്ടൊക്കെ നിങ്ങളായിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്യുമ്പം, എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങളായിട്ട് ക്ലിയർ ചെയ്ത് പറയുമ്പം ദാറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ഐ തിങ്ക്. യെസ്, അമിത്തിനോട് ചോദിക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ പറയാം. റെസ്പോണ്ട് ചെയ്തോളൂ. ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. യെസ്. ബാക്കിയുള്ളവർക്കൊക്കെ എൻ്റെ മറുപടി കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഇവിടെ ഉണ്ട്, എൻ്റെ ബോർഡിന് ഒരു ക്വസ്റ്റൻ ഇവിടെ ഉണ്ട്. എനിക്ക് ഉത്തരം വേണം. ഒറ്റയടിക്ക് ചാറ്റ് ബോക്സിൽ വരണേ. വേഗം ചെയ്യൂ. ചാറ്റ് ബോക്സിലേക്ക് ഉത്തരം വരട്ടെ. ചാറ്റ് ബോക്സിലേക്ക് ഉത്തരം വരട്ടെ. ചാറ്റ് ബോക്സ് വേഗം. ഒറ്റടിക്ക് വരണം ഉത്തരം. പോരാ. ACP മാത്രം ഉത്തരം പറഞ്ഞുള്ളൂ. പോരാ, ബാക്കിയുള്ളവർ. കാശി, ബാക്കിയുള്ളവർ വേഗം. റെസ്പോണ്ട് ചെയ്യൂ. വേഗം. അമിത തെറ്റിക്കരുത്. ബോർഡ് ലെവലാണ് തെറ്റിക്കരുത്. ACP തെറ്റിക്കരുത്. ദേവ തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റയാകണമെങ്കിൽ
സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ നിങ്ങളെ ഫൂളാക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ഒറ്റടിക്ക് ഉത്തരം നിങ്ങൾ പറയും 160 ആണെന്ന്. പക്ഷേ മക്കൾ മറക്കരുത്, തീറ്റ എന്ന് പറയുന്ന ആള് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ പുറത്താവാൻ പാടില്ല. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലായിരിക്കണം. നിങ്ങൾക്കറിയാം ഈ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ -90 to +90 ആണ്. അപ്പൊ ഒരിക്കലും ഈ 160 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലല്ല, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ പുറത്താണ് കുട്ടികളെ. അപ്പൊ തെറ്റും. ചാടിക്കേറി പറയരുത്. കാശി ശ്രദ്ധിച്ചിട്ടേ പറയാവൂ. ഇത് ബോർഡ് എക്സാമിന് എനിക്ക് തോന്നുന്നു 2016 17 ഏതൊരു പ്രീവിയസ് ഇയറിൽ ഒരു മാർക്ക് നിങ്ങൾ എക്സസ് ലൈവിലൊക്കെ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ക്വസ്റ്റ്യൻ വാസ് ദ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 160 is equal to ഡാഷ്. അതിലൊരു MCQ ആയിരുന്നു. ഒരു ഓപ്ഷൻ 160 ആയിരുന്നു. മറക്കരുത്. മറവി വല്ലാത്ത മുറിവുകൾ തരുന്ന സാധനമാണ്. മുറിവുണ്ടാക്കുന്ന സാധനം കേട്ടോ, മറക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയണം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് അറിയണ്ടേ മക്കളെ. അപ്പൊ നമുക്ക് നോക്കാം. സൈൻ 160യെ നമുക്ക് 160യെ 180 - 20 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ റെസ്പോണ്ട് ചെയ്യണേ. 160യെ നമുക്ക് എന്ത് ചെയ്യാടാ 180 - 20 എന്ന് എഴുതാം. എഴുതിക്കൂടെ? നമ്മൾ +1 ട്രിഗണോമെട്രിയിൽ ജെയുടെ മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് +1ലെയും +2ലെയും കണ്ടന്റുകൾ ഒരുമിച്ച് വേണം. എപ്പോ ചോദിച്ചാലും എടുക്കാൻ പറ്റണം, എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റണം, എന്നാലേ ഉത്തരം കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ സൈൻ 180 - തീറ്റ സൈൻ തീറ്റയാണെന്ന് +1 പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഉള്ളിലുള്ള സൈൻ 180 - 20 എന്ന് പറയുമ്പോൾ അത് സൈൻ 20 ആയിരിക്കും. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 20 എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 20യെ നമുക്ക് ഉത്തരം 20 ആയിട്ട് കൊടുക്കാം. കാരണം 20 ആയിട്ട് കൊടുക്കാനുള്ള കാരണം ഈ പറയുന്ന 20 ഈ പറയുന്ന -90യുടെയും 90യുടെയും ഇടയിലാകുന്നു. ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് കിട്ടിയോ? ഐഡിയ കത്തിയോ? മനസ്സിലായോ? സംശയങ്ങളുണ്ടോ? ചോദിച്ച് മനസ്സിലാക്കൂ കുട്ടികളെ. ഓക്കെ മക്കളെ, കുഞ്ഞുങ്ങളെ, കുട്ടികളെ, ഹാപ്പി. അതേപോലെ തന്നെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് വരാം is equal to x. അതേപോലെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് വരാം x. tan of tan inverse x വരാം x. ഓക്കെ, tan of tan inverse x വരാം which is equal to x. ക്ലിയർ അല്ലേ? ആ എക്സ് അവിടേക്ക് ആരാത് ക്ലാസ് എടുക്കുന്ന വലിയ ശബ്ദം വരുന്നുണ്ടല്ലോ ഇവിടേക്ക്. നോ ഐഡിയ സൈഡ് someone is taking classes, right? Because we are having a lot of studios here, so I cannot say that who one is there. We are not bothering about them, sir. I will be bothering about you and the content only. Okay, the blend is there. Ready? Okay ആണ് മക്കളെ, കുഞ്ഞുങ്ങളെ, കുട്ടികളെ. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, എക്സ് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്, ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ആ എക്സ് എന്തായിരിക്കണം? ആ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡൊമൈനിൽ കിടക്കുന്ന ആളായിരിക്കണം. That's all. Let's continue about the same, sir. We are moving to next one. Okay, നമുക്ക് ബാക്കി പോവാം. അപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മറുപടി വേണം. ഞാൻ നിങ്ങളുടെ മറുപടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വേഗം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിട്ട് ഞാൻ തരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാനിതാ കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 തരുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഞാൻ 2 tan inverse of 1/5. One second. 2 tan inverse of 1/5 is equal to cos inverse of x എന്ന് തരുന്നു. എനിക്ക് ഇത് x വേണം, ഈ -√3/2 കോസ് ഇൻവേഴ്സ് വേണം, ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/2 വാല്യൂ വേണം. മൂന്ന് ചോദ്യങ്ങൾ കുട്ടികളെ.
നിങ്ങൾക്ക് അറിയുന്നത് പോലെ ചെയ്തിട്ട് പറഞ്ഞു തരൂ. വേഗം റെസ്പോണ്ട് ചെയ്യൂ. വേഗം 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 ചാറ്റ് ബോക്സ് ACP 1 2 3 എന്ന് നമ്പർ ഇട്ടിട്ട് റിപ്ലൈ തരണേ. 1ന്റെ ഉത്തരം എന്ത്, 2ന്റെ ഉത്തരം എന്ത്, 3ന്റെ ഉത്തരം എന്ത് എന്ന് തന്നിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉത്തരം തരണേ. അല്ലാതെ തരരുത് പ്ലീസ്, അല്ലാതെ തരരുത്. ഓക്കെ 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 ഓക്കെ. നാളെ സ്കൂൾ ഉണ്ടാവില്ലല്ലോ. നാളെ സ്കൂളിലെന്ന് തോന്നുന്നുണ്ടല്ലോ. ഐ തിങ്ക് ബസ് സ്ട്രൈക്ക് ഇന്നുണ്ട്, നാളെ ഉണ്ടെന്ന് തോന്നുന്നു. നാളെ ബസ് പണിമുടക്കൊക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും. കടകളൊക്കെ തുറക്കാൻ പറ്റുന്ന ഐഡിയ ഒന്നുമില്ല. നോ, നത്തിങ് ഇസ് ദിയർ. ഐ തിങ്ക് മോസ്റ്റ് പ്രോബബ്ലി യു ബി ഹാവിങ് an off for tomorrow. ഇന്ന് ലീവല്ലായിരുന്നു. ഇന്ന് എല്ലാവരും അടിച്ചു പൊളിച്ചാ? ഓ, സാറ് ലേശം നീങ്ങുമെന്ന്. ഷാറ് ലേശം നീങ്ങി, സാറ് ലേശം നീങ്ങി. കാശിക്കുട്ടാ തെറ്റിച്ച അടി വീഴും. കേജെ ലാ 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 ലാ. കേജക്കുട്ടാ സ്റ്റിൽ അലൈവ്? പിന്നെ KJ ഓർമ്മയില്ലേണ്ടോ? KJ നമ്മൾ കഴിഞ്ഞ നമ്മുടെ പ്രൈവറ്റ് ലൈവിൻ്റെ ക്ലാസ്സിൽ വരെ KJയെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയും KJയെ കുറിച്ച് ഞാൻ പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും ഒക്കെ എന്താ പറയുക പ്രചോദനം ഉൾക്കൊള്ളുന്ന കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു KJ നമ്മുടെ ലൈവിൽ. KJ അത് കേട്ടിരുന്നോ അല്ലെങ്കിൽ KJനെ ആരെങ്കിലും അറിയിച്ചിരുന്നോ എനിക്കറിയില്ല. ഐ വാസ് ഡിസ്കസിങ് അബൌട്ട് ദ സെയിം ഓൺ യു സർ. KJ ഇടക്ക് വരും. KJയുടെ ചിരിയും KJയുടെ ആ ഒരു മങ്ങലും ചമ്മലും ഒക്കെ നമ്മൾ ACPയുടെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ അല്ലേ ACP നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അതെ ഓർക്കുന്നു. അവനെ ഞാൻ ഓർക്കുകയും ACPക്ക് 6 ഒഴിവാക്കിയിട്ടുള്ള കാര്യമായിരുന്നു. ഓർക്കുന്നുവിൽ 6 ഒഴിവാക്കി ACPക്ക് കൊടുത്തു. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് ഫോക്കസ് ചെയ്യുക. ഓഹോ ഹോ 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 ഹോ. ഇരുന്ന് കണ്ടോളൂ കൂട്ട. അഡീഷണൽ കോൺസെപ്റ്റുകളും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വൈ ആർ യു ഗോയിങ് ബാക്ക് സർ? എല്ലാവരും എല്ലാം മാനേജ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണത്. നമ്മളെ ഇതിലേക്ക് എല്ലാം കൂടി സെറ്റായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്കില്ല. ഓക്കെ അഷിക, ഓക്കെ ഐ വിൽ ടെൽ യു. 3 എന്താ അഷിക? 14/3 ആണോ? 3 3 π/3 ആണ് ഉദ്ദേശിച്ചത്. ഓഹോ ഓക്കെ 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 റെഡി റെഡി. ACP അന്ന് ഊക്കുകയായിരുന്നു, എന്നെ ഓർക്കുകയായിരുന്നു. ഓക്കെ അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 ബോർഡ് എക്സാമിനും കൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ബോർഡ് എക്സാമിന് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. സോ 7-8 മണി വരെ ഞാൻ ഈ തിയറി ടോപ്പിക്സ് പോകും. 8 മണിക്ക് ശേഷം മൂവിങ് ടു ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടക്കും. ഓക്കെ ഒന്നാമത്തേത് π/3 എന്ന് പറയുന്നു. നമുക്ക് നോക്കാം ചോദ്യം എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 ആയിരുന്നു അല്ലേ? അപ്പം നിങ്ങൾക്ക് നേരത്തെ ഞാൻ ചെയ്തതുപോലെ ഈ സൈൻ ഇൻവേഴ്സും ഈ സൈനും വെട്ടി ഒറ്റയടിക്ക് 2π/3 എഴുതാൻ തോന്നാം. പക്ഷെ ഒരിക്കലും 2π/3 എന്ന് തോന്നാൻ പാടില്ല. കാരണം 2π/3 ഒരിക്കലും എന്തല്ല, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഇടയിൽ കിടക്കുന്ന ആളല്ല. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഇടയിൽ കിടക്കാത്ത ആളായ കാലത്തോളം നമുക്ക് സൈൻ 2π/3 നമുക്ക് എങ്ങനെ കൂടി മാറ്റാം? സൈൻ 2π/3 നമുക്ക് എങ്ങനെ കൂടി മാറ്റാം? π - π/3 എന്നാക്കാം. 2π/3 നമുക്ക് π - π/3 എന്നാക്കാം. ആ ഒരു കൺവേർഷൻ ശരിക്കും +1 ട്രിഗ്നോമെട്രിയിലും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, 3π - π 2π/3 ആയിട്ട് മാറുന്നുണ്ട്. 3π - π 2π/3 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π - π/3 ആണ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് π - π/3 നമുക്ക് എന്ത് കൊടുക്കാം? π - π/3 നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ π/3 എന്ന് കൊടുക്കാം. കാരണം സൈൻ π - θ, വീണ്ടും +1 ട്രിഗ്നോമെട്രി, സൈൻ π - θ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ θ മക്കളെ. സൈൻ π - θ ഈക്വൽ ടു സൈൻ θ. സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം, സൈൻ π - π/3 എന്തിന് ഈക്വൽ ആയിരിക്കും? സൈൻ π/3 ഈക്വൽ ആയിരിക്കും. ഈ സൈൻ ഇൻവേഴ്സും സൈനും ഇനി നമുക്ക് കളയാം, ബിക്കോസ് ഇറ്റ് ഈസ് റൈറ്റ് നൗ ഇൻ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. സോ ആൻസർ ഈസ് ഈക്വൽ ടു π/3. ഓക്കെ ആണോ? വേഗം പറ. ACP എല്ലാവരും പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. പ്രണയമഴയുടെ നൂലിനച്ച കറ്റമായി ഞാൻ പാറിപ്പാർ
സോ നമുക്കിനി പോവേണ്ടത് കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 എന്ന് പറയുമ്പോൾ അത് കോസ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സിന്റെ ഫോർമാറ്റിലാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സിന്റെ ഫോർമാറ്റിൽ നമുക്കറിയാം നമ്മുടെ ഫോർമുല പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരുന്നു. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 എന്ന് പറയുമ്പോൾ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ശ്രദ്ധിക്കൂ കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 നമുക്ക് π/6 അല്ലേ? π/6 അല്ലേ വരിക? കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 π/6 അല്ലേ വരിക? അതേ which is equal to 5 π/6 എന്ന് കിട്ടൂലേ? KJ കാശിക്കുട്ട ആംഗിൾ തെറ്റി. You have mistaken with angles, right? So നമുക്കറിയാം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 അല്ല, കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് പറയുമ്പോൾ ആംഗിൾ പഠിക്കണം, ടേബിൾ പഠിക്കണം, സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഒക്കെ ടേബിൾ പഠിക്കണം. സോ 5 π/6. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ടും കൂടിയും അല്ല KJ, നമ്മൾ റീസൺ ഓൾറെഡി ഇവിടെ പറഞ്ഞു. ഷാരോൺ ക്ലിയർ അല്ലേ? വെരി ഗുഡ്, താങ്ക് യു. ഷാരോണെ എന്തൊക്കെ വിശേഷങ്ങൾ? ഇവിടെ ഷാരോന്റെ വീടും കാര്യങ്ങളൊക്കെ പറയൂ. ഷാരോന് സുഖമാണോ? +1 റിസൾട്ട് ഒക്കെ ഉണ്ടായിരുന്നു, മാത്സ് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് റെസ്പോണ്ട് ചെയ്ത് കേട്ടാ. ഓക്കെ, ആഷിക ഓഹോ ആഷിക റെഡിയിൽ നിൽക്കുന്നുണ്ട്, കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പെർഫെക്റ്റ്. അശിക മൂന്നാമത്തെ കേസ് 2 tan inverse of 1/5 is equal to cos inverse of x അല്ലേ? 2 tan inverse of 1/5 is equal to cos inverse of x. ഇതാണ് ചോദ്യം. ഓക്കെ, 2 tan inverse of 1/5 is equal to cos inverse of x എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ കണ്ണ് ദോഷം ഇതുവരെ തീർന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 tan inverse x എന്തിന് ഈക്വലാ? 2 tan inverse x എന്തിന് ഈക്വലാ? 2 tan inverse cos inverse of 1 minus x square by 1 plus x square equal. I gave you the formula, right? Yes. അപ്പൊ ഇവിടെ x ന്റെ സ്ഥാനത്ത് 1/5 ആണെങ്കിൽ എനിക്ക് 2 tan inverse of 1/5 എങ്ങനെ എഴുതാം? cos inverse of 1 മൈനസ് 1/5 സ്ക്വയർ 1/25. ക്ലിയർ ആണല്ലോ? ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. 1 പ്ലസ് 1/5 സ്ക്വയർ 1/25 ആണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ I can see that it is cos inverse of 25 മൈനസ് 1 24 ഡിവൈഡ് ബൈ 25 ഡിവൈഡ് ബൈ 25 പ്ലസ് 1 26 ഡിവൈഡ് ബൈ 25. ഈ 25ഉം ഈ 25ഉം ക്യാൻസൽ ആയി പോകുന്നു. ഈ 24/26 അല്ലേ? 24ലും 26ലും 2 പോകുന്നത് കൊണ്ട് നമ്മൾ 12 എന്നും നമ്മൾ 13 എന്നും നമ്മൾ പറയുന്നു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു cos inverse of 12/13 will be the answer. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളോട് x ആണ് ചോദിച്ചത്. ചോദ്യത്തിലെ ഈ എക്സിന് പകരം ഇവിടെ 12/13 കിട്ടിയത് കൊണ്ട് I can tell you that x is equal to 12/13. കത്തിയോ? ഐഡിയ കത്തിയോ? +1 68 ഉണ്ടെന്ന്. ഓക്കെ, ഗുഡ്. ഫൈൻ, കിട്ടി. അതാണോ അശിക? ഓക്കെ. നമ്മുടെ പ്രൈവറ്റ് ലെവൽ ഇല്ലാത്ത പബ്ലിക് ലെവൽ കാണുന്ന ആൾക്കാരുണ്ടല്ലോ. ബാച്ചിൽ ജോയിൻ ചെയ്യാതെ ക്ലാസ് കാണുന്ന ആൾക്കാരില്ല. ബാച്ചിൽ ജോയിൻ ചെയ്ത ക്ലാസ് കാണുന്നില്ലേ? മാത്സ് ക്ലാസ് അപ്പുറത്തുണ്ട്. അവിടെ ബ്രെഡ്ത്തും ഇതൊക്കെയാണ് ACP. ഈ ശ്രദ്ധ ഉണ്ടെങ്കിൽ ACPക്ക് തെറ്റില്ല ക്ലാസ്. ഓക്കെ, ക്ലാസ്സിൽ മിസ്റ്റേക്ക് ഒക്കെ ഒഴിവാക്കണ്ട കൂട്ടാ. അപ്പോൾ അപ്പുറത്തുള്ളവരും പറയില്ല എപ്പുറത്തെ മാത്സ് ക്ലാസ് ആണ്. അറ്റ്ലീസ്റ്റ് അവർക്ക് പറയുന്ന മാത്സ് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പാവം അവരുടെ അവസ്ഥ ആലോചിക്കും. നമ്മൾ ഈ പറഞ്ഞ ഈ ഡിഫറൻഷിയേഷനും ഇൻറ്റഗ്രേഷനും ട്രിഗണോമെട്രി ഒക്കെ പാവങ്ങൾ അവർ എന്ന് വിചാരിച്ചിരിക്കും. ഓക്കെ, I don't know which miss. I don't know her name, sir. You're focusing on this, right? I told you I'm bothering about you and the content, not about others. Okay? ഞാൻ പറഞ്ഞില്ല അത് മക്കളെ. ഇല്ലേ? ഓക്കെ,
ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മുതൽ ട്രയാങ്കിൾ മെത്തേഡാണ്. ട്രയാങ്കിൾ മെത്തേഡ് ആക്ച്വലി നമ്മൾ ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് അറിയാം നിങ്ങൾക്ക്. ട്രയാങ്കിൾ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയുന്ന മുതൽ ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയുന്ന കണ്ടന്റ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു നിങ്ങൾക്കറിയോ? ട്രയാങ്കിൾ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നിന്നും ITF1 നിന്നും നമുക്ക് അതേ ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ITF-ലേക്ക് നമുക്ക് മാറ്റാൻ. ഈ ITF1 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒന്നാമത്തേൽ നിന്നും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ രണ്ടാമത്തേലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്പിക് ആണെന്ത്? ട്രയാങ്കിൾ മെത്തേഡ്. കത്തിയാ ട്രയാങ്കിൾ മെത്തേഡിന്റെ ഐഡിയ മനസ്സിലായോ? What is triangle method? എന്താ ട്രയാങ്കിൾ മെത്തേഡ്? ട്രയാങ്കിൾ മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നിന്നും മറ്റൊരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിച്ചൂടെ? അപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ ഇപ്പോ സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ഉണ്ടെന്ന് വിചാരിക്കൂ. നിങ്ങളോട് പറയാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ഈക്വൽ ആയിട്ടുള്ള ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കൺവേർഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ഒരു ആംഗിൾ ആയിട്ട് പരിഗണിക്കും. ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ഒരു ആംഗിൾ ആയിട്ട് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 നമ്മൾ ഒരു ആംഗിൾ ആയിട്ട് പരിഗണിക്കുന്നു. ഈ സൈൻ ഇൻവേഴ്സ് അവിടെ പോകുമ്പോൾ സൈൻ ആയിട്ട് മാറുന്നു. അപ്പൊ 8/17 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ആയിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ 8/17 എന്തായിട്ട് മാറുന്നു? സൈൻ തീറ്റ ആയിട്ട് മാറുന്നു. ആ 8/17 is equal to sin theta എന്ന കേസിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മൾ അതിലേക്ക് മാർക്ക് ചെയ്യുന്നു. ട്രയാങ്കിൾ പ്രകാരം സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് 8 ആണ്, ഹൈപ്പോട്ടിന്യൂസ് 7 ആണ്. 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പൈതഗോറസ് തിയറത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ മക്കളെ നിങ്ങൾ പഠിക്കുന്നുണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു 8ഉം 17ഉം ആണെങ്കിൽ ഇവിടെ 15 വരൂലേ? 15 will be the answer, right? 15 will be the answer, right? Yes, of course. Okay, base square root of hypotenuse square minus altitude square will be equal to base square base is equal to root of hypotenuse square minus altitude square എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ 15 കിട്ടും, ഉത്തരം കിട്ടൂലേ? സവിത പറയാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ would stand tan theta equal to 8/15 എന്ന് വരും. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് വരും അല്ലേ? അപ്പൊ എന്നതാ തീറ്റ എന്ന് പറയുമ്പോൾ കുഞ്ഞുമക്കളെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 8/15 ആണെന്ന് പറയാം. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 8/15 ആണെന്ന് പറയാം. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 8/15 ആണെന്ന് പറയാം. പറഞ്ഞൂടെ? അപ്പൊ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ എക്സ് ആണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ആ എക്സിന് പകരമായിട്ട് എക്സിന്റെ വാല്യൂ ആയിട്ട് എനിക്ക് എന്ത് കിട്ടി? 8/15 കിട്ടി. സോ ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഹിയർ എക്സ് വിൽ ബി ഈക്വൽ ടു 8/15 എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാലോ? 98 ടാൻ ഇൻവേഴ്സ് ഓഫ് ഉദ്ദേശിച്ചു അല്ലേ? SCP ബ്രാക്കറ്റ് മാറി 9 ആയിപ്പോയി. ഓക്കെയാണോ കുട്ടികളെ പൊന്നുമക്കളെ? ആർ യു ഹാപ്പി വിത്ത് ദിസ്? ക്ലിയർ? ചതിക്കും കീബോർഡ് തന്നെ എന്നും ചതിച്ചിട്ടേ ഉള്ളൂ. കീബോർഡ് എന്നെ എന്നും ചതിച്ചിട്ടേ ഉള്ളൂ സർ. ഓക്കെ അല്ലേ? സർ കണ്ടാൽ പിന്നെ ആപ്പ് ക്ലാസ് കാണണോ അതോ നോട്ട്സിലെ ചോദ്യങ്ങൾ ചെയ്താൽ മതിയോ? സോറി സർ, ഐ തിങ്ക് വിച്ച് ഇസ് ഇൻ ഡീറ്റെയിൽ യു ഹാവ് ടു ഗോ ഫോർ ദാറ്റ് ഷ്രോഡിംഗേഴ്സ്. ഓക്കെ, സോ ITF-ന്റെ കൂടെ കോഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് വെച്ച് കൺവേർട്ട് ചെയ്യാവോ? ഇങ്ങനത്തെ കോഫിഷ്യൻ്റ് ഉദ്ദേശിക്കുന്ന കേജ് വാട്ട് ടൈപ്പ് ഓഫ് കോഫിഷ്യൻസ്? കോഫിഷ്യൻസ് മീൻസ് വാട്ട്? 8x-ഉം 17y ആണ് ഉദ്ദേശിക്കുന്നത്. നമ്പറായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. ഇതൊക്കെ ഇതൊക്കെ ഫോർമുലയായിട്ട് കൂടി കണക്റ്റഡ് ആണല്ലോ. യു ക്യാൻ യൂസ് എ കൺവേർഷൻ ഫോർമുല. നമുക്ക് 3 ഫോർമുലകൾ ഉണ്ടല്ലോ. ആ 3 ഫോർമുലകൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. ആക്ച്വലി അതാണ് യൂസ് ചെയ്യേണ്ടത്. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. പിന്നെ സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. കോസീക് സ്ക്വയർ മൈനസ് കോട്ടെക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന കൺസെപ്റ്റ്. ഇല്ല 2 വെച്ച് പറ്റില്ല. 2 സൈൻ വേഴ്സ് വെച്ച് പറ്റില്ല. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ സർ. ഓക്കെ, പറ്റും, പക്ഷേ 2 തീറ്റയാണ് കിട്ടുക. പിന്നെ അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് നീ ഇപ്പോൾ തീറ്റ കൊടുത്താൽ നിനക്ക് എന്താ പറയുക, അല്ലെങ്കിൽ 2 സൈൻ ഇൻവേഴ്സ് എക്സിന് പറഞ്ഞ് തീറ്റ കൊടുത്താൽ നമുക്ക് 2 തീറ്റയിലാണ് കൺവേർഷൻസ് വരും കേട്ടോ. 2 തീറ്റ ആയിട്ട് മാറും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഫൈൻ.
നമ്മൾ ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും പബ്ലിക് ലൈവിലുള്ള എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ഐ എം ഹാവിംഗ് എ ക്വസ്റ്റ്യൻ ഹിയർ ഫോർ യു. sin inverse x plus sin inverse y plus, ഇവിടെ പ്ലസ് ഇല്ല, sin inverse y plus sin inverse z is equal to pi, then x raised to y 4 plus y raised to 4 plus z raised to 4 plus 4x square y square z square is equal to k into dash, k into x square y square plus y square z square plus z square x square ആണെങ്കിൽ k യുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് ലെവലിലെ കുട്ടികൾ ചെയ്ത് പറയട്ടോ. പ്രൈവറ്റ് ലെവലുള്ള ആൾക്കാർക്ക് അതിന്റെ ആൻസർ ആരെങ്കിലും വെറുതെ ഷൂട്ട് ചെയ്യണ്ട. പബ്ലിക് ലെവലുള്ള ആൾക്കാർക്ക് പറയാം, ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ഫോർ യു. JEE ലെവലുള്ള ജെഇയുടെ ബേസ് ലെവലിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യത്തിലേക്കാണ് ഞാനിപ്പോൾ പോയിട്ടുള്ളത്. സോ ട്രൈ ടു ഷൂട്ട് ദി ആൻസർ. ഓക്കെ, പെട്ടെന്ന് നോക്കുക, ചെയ്യുക. ഞാനൊരു 1 മിനിറ്റ് സമയം, 1 മിനിറ്റോ 1.5 മിനിറ്റോ സമയം നിങ്ങൾക്ക് ചോദ്യം വായിച്ചിട്ട് ചോദ്യത്തിന്റെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും തമ്മിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി ഐ ബി ഗിവിംഗ് ടൈം ഫോർ യു. വേഗം നോക്കൂ. ഓക്കെ, ചെയ്യുന്നുണ്ടോ? ഞാൻ വെയിറ്റ് ചെയ്യണേ, നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ്. എല്ലാവരും മറുപടികൾ, കിട്ടുന്ന ഉത്തരങ്ങളോ സ്റ്റെപ്പുകളോ സംശയങ്ങളോ ഹിന്റുകളോ, ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ സർ, എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുപോലുള്ള നിങ്ങളുടെ ചാറ്റും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചാറ്റ് ബോക്സിൽ ഇടണം മക്കളെ. മക്കളെ എവിടെ റെസ്പോൺസ് ഇല്ലല്ലോ, റിപ്ലൈ കുറവാണല്ലോ. ഹലോ ACP ഒക്കെ എന്നോട് ചോദിക്കാമോ പറഞ്ഞില്ല. ACP അടി വീഴും നിനക്ക് കേട്ടാ, അടി വീഴും. ഹലോ, ഹൂ കേസ് ചെയ്യുന്നുണ്ടോ? Wait. I'm waiting, sir. ചെയ്യാൻ പോയിക്കോ ചെയ്ത് കിട്ടട്ടെ. JEEയുടെ സെഷൻ അല്ലേ, ബോർഡിലെ എക്സാം ഒന്നുമല്ലല്ലോ, ബോർഡൊന്നുമല്ലല്ലോ. ടെക്സ്റ്റ് ബുക്കിലെ സിമ്പിൾ ക്വസ്റ്റൻസോ അല്ലെങ്കിൽ PYQലെ സിമ്പിൾ ക്വസ്റ്റൻസോ അല്ലല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ മേലെ നിൽക്കാനുള്ള, കീമിൻ്റെയും മേലെ നിൽക്കാനുള്ള, JEEയിലേക്കുള്ള ചവിട്ടുപടിയിലേക്ക് പോകാനുള്ള ബേസ്മെൻറ്റിലുള്ള ക്വസ്റ്റൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം, ചെയ്ത് നോക്കി ചെയ്യണം, കിട്ടുന്നവരെ പോകണം. അല്ലാതെ ക്ലാസ് വെറുതെ കിട്ടൂല. എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കിട്ടുന്ന ക്വസ്റ്റൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചെയ്യുന്നത് വരെ പോട്ടെ, ചെയ്യാൻ കിട്ടുന്നത് വരെ പോട്ടെ എന്ന് വെച്ച് ചെയ്യാതിരിക്കുക തൊട്ടും. ഓക്കെ, ഹൂ കേസ് ഹിഷാം ആണല്ലേ? ഹിഷാമേ സുഖല്ലേ? ഷോർട്ടിംഗേഴ്സ് ക്യാറ്റ്, വാട്ട്സ് യുവർ നെയിം? Chemistry, I think there is a scientist known as Schrodinger, right? Schrodinger's wave equation. അങ്ങനെ എന്തോ ഞാൻ പണ്ടൊരു ടോസ് സ്കോർ എക്സ് ബൈ ടോട്ടി സ്കോറോ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ പണ്ട് കെമിസ്ട്രിയിലൂടെ പഠിച്ചൊരു ഓർമ്മ എനിക്ക് തോന്നുന്നു. ചാപ്റ്റർ എന്തോ മറ്റേ ന്യൂ ആറ്റംസോ ആയിട്ടോ അല്ലെങ്കിൽ എന്തോ ലൈക്ക് ബോർ മോഡലൊക്കെ പഠിച്ച കാലത്താന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതൊരു ടോപ്പിക്ക് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സംതിങ് ഇസ് ദിയർ അല്ലേ? ഞാൻ പറഞ്ഞ ടോപ്പിക്ക് കറക്റ്റാണോ അമിത്തെ? ആ ഒരു ഏരിയ തന്നെയാണുള്ളത്, ആ കോണ്ടന്റ്. ഇപ്പം കണ്ടന്റ് എന്ന് പറയാൻ പാടില്ല, കോണ്ടന്റ് ആണ്. കോൺസെപ്റ്റ്, കോണ്ടന്റ്. Yeah, you're right. Okay. Quantum mechanics, of course. Quantum mechanics. Irving Schrodinger, yes. Quantum mechanics. It's a great, one of the best branch in physics, I think. Quantum theory by Max Planck, right?
I think it was like E is equal to h nu, right? Like lights are traveling like some packets of equal energy. That is h into nu, E is equal to h nu, something like that. I think I learned this one when I was in Plus One in 2006 or something, right? Approximately for 19 years. അങ്ങനെ എന്തൊക്കെയാണ്? Yeah, nobody can stand dubs. ഈ ലൈവിലുള്ള കാര്യം അറിയില്ല, അയ്യോടാ അറിയണ്ടേ? ഹൂ കേസ് മുക്കട്ടപ്പ. ഹാപ്പി എല്ലാവരും ഹാപ്പി അല്ലേ? പഠിക്കണോ നമുക്കിടാ, പഠിച്ചിട്ട് കൊണ്ടോ നമുക്ക് ഷോർട്ടിംഗേഴ്സ്. ഹിസ് ട്രാൻസ്ഫോർമേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസർച്ചിങ് ക്വാണ്ടം മെക്കാനിക്സ്. യെസ്, ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ചൊക്കെ ഓർമ്മയുണ്ട് കാശി. അന്നൊക്കെ അങ്ങനെ പഠിച്ചു വെച്ചതാ, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചു വിട്ടതാ. അപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഹായ് സൈ ഗെയിമിംഗ്, യു ആർ ഹാപ്പി? താങ്ക് യു. ഇറ്റ്സ് നൈസ് ടു ഹിയർ ദാറ്റ്. നൈസ്. സോ ഷാൽ ഐ മൂവ് ടു ദ ക്വസ്റ്റ്യൻ? ഓക്കെ, ഓഫ് കോഴ്സ്. 8 മണി നടക്കുന്നു, ടൈം മെഷീൻ അടിക്കുന്നില്ല. ACP 8, 8:15, 8:30, 8:45, 9 മണി തന്നെ ഏൽപ്പിക്കുന്നു. ഓരോ നേരം ആകുമ്പോഴും 8:15 ഇങ്ങനെ 8:15 അടിക്കുക. ഒരു കൈ ബുക്ക് കേട്ടാ. ടൈമിനെ കുറിച്ചൊരു ബോധറിങ് തന്നാൽ പീപ്പിൾ വിൽ ബി ഹാപ്പി ഓൺ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അറിയാത്തവര് തീരെ ഒട്ടും ഈ കോൺസെപ്റ്റ് എന്റെ വായന ഇതുവരെ മുമ്പ് കേൾക്കാത്തവർ നോക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ആംഗിളും സൈൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന ആംഗിളും സൈൻ ഇൻവേഴ്സ് സെഡ് എന്ന് പറയുന്ന ആംഗിളും, ഈ 3 ആംഗിളുകൾ കൂട്ടുമ്പോൾ പൈ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലേ പറഞ്ഞ അടിയാണ് ACP കേട്ടാ. ACPനോട് എന്താ ചോദിച്ചത്? ACP പറയണം, ടൈം പറയണം, ഉറപ്പായിട്ടും പറയണം. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സും സൈൻ ഇൻവേഴ്സ് വൈയും സൈൻ ഇൻവേഴ്സ് സെഡും കൂട്ടുമ്പോൾ പൈ കിട്ടുന്നു. ആ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് ഒരു ആംഗിൾ ആണ്, സൈൻ ഇൻവേഴ്സ് വൈ മറ്റൊരു ആംഗിൾ ആണ്, സൈൻ ഇൻവേഴ്സ് സെഡ് മറ്റൊരു ആംഗിൾ ആണ്. 3 ആംഗിളുകൾ കൂട്ടുമ്പോൾ പൈ കിട്ടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് ആംഗിൾ ആണെന്ന് കണ്ടീഷൻ ഇല്ല. 3 എണ്ണം കൂട്ടുമ്പം പൈ കിട്ടിയാൽ മതി. 3 എണ്ണം കൂട്ടുമ്പോൾ 180 കിട്ടിയാൽ മതി, അല്ലേ? അപ്പൊ ഞാൻ ഓരോന്നിനും π/3 കൊടുക്കുകയാണ്. π/3 60, π/3 60, π/3 60, അല്ലേ? അപ്പൊ ഈ 60 കൂട്ടുമ്പോൾ പൈ 180 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറയാം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂവിന് പകരവും സൈൻ ഇൻവേഴ്സ് ഓഫ് വൈയുടെ വാല്യൂവിന് പകരവും സൈൻ ഇൻവേഴ്സ് ഓഫ് സെഡിന് പകരവും എനിക്ക് എന്ത് കൊടുക്കാം? π/3 കൊടുക്കാം. കാരണം കണ്ടീഷൻ അത്ര മാത്രമേ ഉള്ളൂ. 3 കൂടി കൂട്ടുമ്പോൾ 180 പൈ കിട്ടിയിരിക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം എക്സും വൈയും സെഡും എന്താ വരിക? എക്സും വൈയും സെഡും സൈൻ π/3 ആയിട്ട് മാറും. സൈൻ ഇൻവേഴ്സ് എക്സ് π/3 ആണെങ്കിൽ എക്സ് സൈൻ π/6, സൈൻ ഇൻവേഴ്സ് വൈ π/3 ആണെങ്കിൽ വൈ സൈൻ π/3, സൈൻ ഇൻവേഴ്സ് സെഡ് π/3 ആണെങ്കിൽ സൈൻ π/3, അല്ലേ? സോ സൈൻ π/3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു √3/2 ആയിട്ട് മാറും. അപ്പൊ എക്സിന് പകരവും വൈക്ക് പകരവും സെഡിന് പകരവും കുഞ്ഞുങ്ങളെ, പൊന്നു മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? √3/2 ഇനി മുതൽ കൊടുക്കാം. അപ്പൊ ചോദ്യത്തിലേക്ക് നോക്കൂ. എക്സ് റൈസ് ടു 4 ആണ്. √3/2 റൈസ് ടു 4 ആ. √3/2 ഓൾ റൈസ് ടു 4 പ്ലസ് റൂട്ട്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ അതിനൊന്നും കൂടി സിംപ്ലിഫൈ ദിസ് അഗെയിൻ. കുറച്ചും കൂടെ നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എക്സും വൈയും സെഡും സെയിം ആണെന്ന്, അല്ലേ? അപ്പൊ ഞാൻ എൻ്റെ ചോദ്യം നോക്കട്ടെ. എക്സ് റൈസ് ടു 4, വൈ റൈസ് ടു 4, സെഡ് റൈസ് ടു 4. അപ്പൊ ഇനി മുതൽ എനിക്ക് ഇവിടെ കാണുന്ന എല്ലാ വൈക്കും എല്ലാ സെഡിനും പകരം എക്സ് കൊടുത്തൂടെ? കാരണം എന്താ? എക്സും വൈയും സെഡും സെയിം ആണ്. എക്സും വൈയും സെഡും സെയിം ആണെങ്കിൽ എനിക്ക് വൈ കാണുന്ന സ്ഥലത്തൊക്കെ എക്സും സെഡ് കാണുന്ന സ്ഥലത്തൊക്കെ എക്സും വീണ്ടും കൊടുത്തൂടെ? അപ്പൊ എക്സ് റൈസ് ടു 4 എക്സ് റൈസ് ടു 4 ആയിട്ട് മാറും. അത് 3x റൈസ് ടു 4 എന്ന് കിട്ടൂലേ? പ്ലസ് പിന്നെയോ പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ എക്സ് റൈസ് ടു 6 ആയിട്ട് മാറും. സോ 4x റൈസ് ടു 6 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു k ഇൻറ്റു, നമുക്ക് നോക്കാം, x square into x square, x raised to 4 plus x square into x square, x raised to 4, അടുത്തതും x square into x square, x raised to 4, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ. ഇവിടെ 3x raised to 4ഉം 4x raised to 6ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ 3x raised to 4 ഉണ്ട്. അപ്പൊ 3 kx raised to 4 ആയിട്ട് മാറും. x raised to 4ഉം x raised to 4ഉം കൂടെ കൂട്ടുമ്പോൾ ഇത് പബ്ലിക് ലൈവ് ആയിട്ട് ഫുൾ ബാച്ച് സ്റ്റുഡൻസ് ആണല്ലോ. അതെ റോഷൻ സിബി. അപ്പൊ നമുക്ക് നോക്കാം. എക്സൈസ് ഫോറും വരുമ്പോൾ 3x4 ഉണ്ട് എന്ന് വേറെ ലൈവും കൂടെ ഉണ്ട് ബയോളജിയുടെ. സോ നമുക്ക് നോക്കാം. ഇത് 3ലും നമുക്ക് x4 കോമൺ ആ. ഈ x4ഉം ഈ x4ഉം ഈ x6ലെ x4ഉം കൂടി എന്തായി പോവും? വെട്ടിപ്പോവും, ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ ഒരു 3 കിടക്കുന്നുണ്ട്, ഇവിടെ 4x² കിടക്കുന്നുണ്ട്, which is equal to 3k
ആയിട്ട് മാറും. 3ഉം 4 എക്സ് സ്ക്വയറും കൂടെ 3k ആയിട്ട് മാറും. എക്സിന്റെ വാല്യൂ √3/2 ആണ്. എനിക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? 3 + 4 × √3/2 ഹോൾ സ്ക്വയർ അല്ലെ? 3 + 4 × √3/2 ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ആരായിരിക്കും? 3k ആയിരിക്കും. നമുക്ക് നോക്കാം. ഇത് 3 ആണെങ്കിൽ, ഇത് 4 ആണെങ്കിൽ √3ന്റെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4 = 3k. ഈ 4ഉം 4ഉം വെട്ടി 6 = 3k. 6 3k ആണെങ്കിൽ k2 ആയിരിക്കും. 2 ഉണ്ടോ? B will be the answer. അപ്പൊ ഞാൻ ഡയറക്ട്ലി ആദ്യമേ എക്സിനോ വൈക്കോ സെഡിനോ √3/2 സെപ്പറേറ്റ്ലി കൊടുത്തിട്ടില്ല. മറിച്ച് ഞാൻ എന്താ ചെയ്തേ? എക്സും വൈയും സെഡും ഈക്വൽ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് വൈയും സെഡും കാണുന്ന എല്ലാ സ്ഥലത്തും എക്സ് കൊടുത്ത് റീപ്ലേസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുന്നത്. ഹാപ്പി അല്ലേ? കിട്ടിയോ? 8-1 ആയില്ലേ? താങ്ക് യു. ഓർമ്മല്ല കാശി, ഐ ഡോണ്ട് റിമെമ്പർ. ബാച്ചിൽ ചെയ്തിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം, ഡിപ്പെൻഡ്സ്. ചിലപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസ് വരും, വരാതിരിക്കാം, ഡിപ്പെൻഡ്സ്. എൻ്റെ ഓർമ്മയിലില്ല, ഐ ഡോണ്ട് റിമെമ്പർ. ഓക്കെ, ഹാപ്പി? ഞാൻ സന്തോഷം. ഐ എം ടു ഹാപ്പി, ഐ എം ടു ഗുഡ്. സിമിലർ ചെയ്തിട്ടുണ്ടാവും, ഇല്ല, ചിലപ്പോൾ ചെയ്യും, ചിലപ്പം ചെയ്യില്ല, ഡിപ്പെൻഡ്സ്. ലൈഫിൽ ലോകത്ത് എനിക്ക് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അപ്രോക്സിമേറ്റ്ലി 2 നല്ല ഡിവൈൻ ആയിട്ടുള്ള പ്രൊഫഷനിൽ പെട്ടൊരു പ്രൊഫഷണലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീങ് എ ടീച്ചർ. ഒരു എന്താ പറയുക, ഒരു ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ ഒരു പാത്ത് ഫൈൻഡിങ്ങിന്, ലൈക്ക് ഒരു പാത്ത് ഫൈൻഡർ ഫോളോവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പം ഐ എം സോ ഹാപ്പി ടു ഡു ദിസ് ജോബ് ഓഫ് എ ടീച്ചർ. ഓക്കെ, ഫീലിംഗ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അല്ലേ ആലോചിച്ച് നോക്കി. വഴി നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻസ് തരുന്ന 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയും ഡിഗ്രി വരെയും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സിലൊക്കെ നിങ്ങളെ കൈപിടിച്ച് കൂട്ടുന്ന, നിങ്ങളെ കൊണ്ടുപോകുന്ന ടീച്ചിങ് എന്ന എല്ലപ്പോഴും കൂടെ നിൽക്കുന്ന ഓരോ ക്ലാസ്സിലും നിങ്ങൾ ആലോചിച്ചൊക്കെ. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 8-10 ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് മിനിമം ഉണ്ടാകും. 10 ആൾക്കാരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും അല്ലേ? അപ്പോൾ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഡ്രീം ഇതിലേക്ക് നിങ്ങളെ വഴി നടത്തിക്കുന്ന അല്ലെങ്കിൽ വെളിച്ചം പകരുന്ന ടീച്ചിങ് എന്നൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ feeling so happy about it. Okay, KJ next question ചെയ്യും. Don't worry. Okay, KJ ക്ക് സങ്കടം, സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിടോ? യെസ് KJ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓൺ ദ സ്ക്രീൻ. സാറിന് എന്ത് ഭാഗ്യം, സാറിന്റെ ഭാഗ്യം മീൻസ് നല്ല ഈ ഒരു പ്രൊഫഷനിലെത്തി നിങ്ങളെ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നു, അത് കുട്ടികൾക്ക് കിട്ടുമെന്ന് മനസ്സിലാകുന്നു, അതുകൊണ്ട് പിള്ളേർ നന്നായി കാണുന്നു, നന്നായി എന്ന് കേൾക്കുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഫീലിംഗ് ഹാപ്പി ഫീൽഡാണ്. ഓഫ് കോഴ്സ്, കാരണം ഈ ഒരു ടീച്ചിങ് ജോബ് ഒരു പ്രായമില്ലല്ലോ. നത്തിങ് ഇസ് നോ റിട്ടയർമെൻറ്റ് സർ. ഈവൻ ഇഫ് ഗോഡ് ബ്ലസ് ഞാനൊരു 80 വയസ്സായി ജീവിക്കുമെങ്കിൽ എനിക്ക് ഇരുന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കണ്ടീഷനിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ by 79 or by 80 or 60 whatever, I will be doing the same, sir. I'll be doing same. ACP വേണോ? ചെയ്തേക്കണേ. ഇന്ന് ബയോളജി ലൈവും കൂടെ ഉള്ളത് കൊണ്ട് സ്പ്ലിറ്റായി പോയിട്ടുണ്ടാവും. ഓക്കെ, ബയോളജി കുറച്ചുകൂടെ കോണ്ടന്റ് കിട്ടുമല്ലോ. സോ മാത്സ് കുറച്ചും കൂടെ നമുക്ക് കുറച്ച് കണ്ടന്റ്. ഇതിപ്പോൾ നമുക്ക് ബേസ്മെൻറ്റ് മുതലേ ഞാൻ പറയുന്നില്ലല്ലോ സെക്ഷനിൽ, നമ്മൾ 1 ഷോട്ട് പോലെ നമ്മൾ 1 റൗണ്ട് പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലപ്പം ചില കുട്ടികൾക്ക് കണ്ട് ഇരിക്കുമ്പോൾ ചിലപ്പം ലൈക്ക് തീരെ ഒന്നും ഒരു ബേസും ചാപ്റ്ററിനെ കുറിച്ച് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ കുറച്ച് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ബീങ് എ മാത്സ് ക്ലാസ്. പക്ഷേ ബയോളജി ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നം വരില്ല. ടെർമിനോളജീസ് ഒക്കെ സിമ്പിളായിട്ട് ചിലപ്പോൾ കേട്ട് മനസ്സിലാക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. മേ ബി ലൈക്ക് ദാറ്റ്. ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കും. ഓഫ് കോഴ്സ് നിങ്ങളെ പിള്ളേരെയും വേണമെങ്കിൽ പഠിപ്പിക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചിലൊക്കെ പഠിപ്പിച്ച പിള്ളേർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ പോലെ പിള്ളേരായിട്ട് ആ പിള്ളേരെ ഞാൻ പഠിപ്പിക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. ശരിയാ, നീ പറഞ്ഞത് ശരിയാടാ. ഓഫ് കോഴ്സ് ഉണ്ട്. കറക്റ്റ്. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച പെൺപിള്ളേരുടെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പെൺപിള്ളേരുടെ കുട്ടികളെ, പെൺകുട്ടികളെ, ആൺകുട്ടികളെ, കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാനോട് പറയും എൻ്റെ പഴയ കഥയൊന്നും ക്ലാസ്സിലത്തെ, സ്കൂളിലത്തെ, ലൈഫിലത്തെ
സൈക്കോളജിത്തെ കാര്യങ്ങളൊന്നും കഥകളൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് ചുമ്മാ പറയും. ഓക്കെ, ചെയ്യുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. KJ, I think the question is for you, sir. I shooted this one for you. അതൊക്കെ എന്തൊരു ഭാഗ്യം കാശിക്കുട്ട. അതെ, സാറിൻ്റെ കുട്ടിക്കളികൾ. ഓഫ് കോഴ്സ് നമ്മളെ കൂടെ നിന്ന് കണ്ടവർക്കാണല്ലോ, നമ്മുടെ അടുത്ത് നിന്ന് നടന്നവർക്കാണല്ലോ നമ്മളെക്കുറിച്ച് നമ്മുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുക. അപ്പം അത് ആധികാരികമായിട്ടും ആ പറച്ചിലുകളെ. ഓക്കെ, KJ ചെയ്യ് വേഗം. I'm waiting. Questions on the screen. കാശിക്കുട്ട നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ACP മുന്നേ ചെയ്തിട്ടുണ്ടോ? സർ ഇത്തിരി കൂടി ടൈം വേണം എന്നിട്ട്. ഓക്കെ ലെറ്റ് മീ ഹാവ് സം വാട്ടർ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. പയ്യാണോ? ആർ യു ഷുവർ KJ? ഉറപ്പാണോ? ഡീൽ ഓർ നോ ഡീൽ? നോക്കാം നമുക്ക് കേട്ടോ. ലെറ്റ് മീ ഹാവ് സം വാട്ടർ ആൻഡ് ഐ വിൽ ബി കമ്മിങ് ബാക്ക്. ഓക്കെ, hello, I'm back, sir. வைல்டு கஸ்ஸா? என்ன சொல்லுங்கிற ஷோடிங்கர்? நீங்கள் வைல்ட் கஸ்க்கு போகலாம்? போகக்கூடாது. I don't know what is Tamil. ചുമ്മാ പറയും. പറയും. എവിടെ മറുപടി? Don't be sub how pi? കിട്ടി എങ്ങനെ കിട്ടി? ഉത്തരം പറ കാശിക്കുട്ട. ഡോണെ പൈ എങ്ങനെ കിട്ടി? ഡോണുട്ടാ പയ്യുട്ടാ കിട്ടിയോട്ടാ? KJ
So now the break is over. So I didn't take 2 minutes break, okay? I just took only 1 minute. I think 1 minute only. So we're moving to next one. The question. Question വരുന്നത് cot inverse of ഞാൻ ഒരാളെ എഴുതുന്നില്ലേ cot inverse of AB plus divided by A minus B ആണ് അല്ലേ? Yeah, you're right. Yes. You're right. Kashikutta, you're right. No, don't be sabor. Listen again. അപ്പോൾ നമുക്ക് cot inverse of AB plus 1 by A minus B അല്ലേ? നമുക്ക് cot inverse മക്കളെ നമുക്ക് tan inverse ലോട്ട് മാറ്റാലോ. We can convert that one into tan inverse, right? How can you convert it into tan inverse? Tan inverse ലോട്ട് മാറ്റുമ്പോൾ ഇത് തിരിയൂലേ, റെസിപ്രോക്കൽ ആവൂലേ, അത് പഠിച്ചിട്ടില്ലേ? അപ്പോൾ റെസിപ്രോക്കൽ ആകുമ്പോൾ മേലെ A minus B ആയിട്ട് മാറും, താഴെ 1 plus AB എന്ന് വരൂലേ? Tan inverse of A minus B divided by 1 plus AB എന്ന് വരൂലേ? ഈ ഒരു ഫോർമാറ്റ് നിങ്ങളെ ഞാൻ ഇന്ന് പഠിപ്പിച്ച ഒരു ഫോർമുലയാണ്. tan inverse of A minus B by 1 plus AB എന്ന് പറഞ്ഞാൽ അത് tan inverse of A minus tan inverse of B ആവുന്നു. tan inverse of A minus tan inverse of B ആണ് tan inverse of A minus B by 1 plus AB എന്ന് പറയുന്നത്. കത്തിയോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സിമിലർലി what will be cot inverse of BC plus 1 divided by B minus C? ഇതേപോലെ tan ഇൻവേഴ്സിലോട്ട് മാറ്റി ഉള്ളിൽ റെസിപ്രോക്കൽ എടുത്ത് ഇതേപോലെ എൻ്റെ കുട്ടികളെ ഇതിനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് tan ഇൻവേഴ്സ് ഓഫ് B മൈനസ് tan ഇൻവേഴ്സ് ഓഫ് C എന്ന് കിട്ടും. tan ഇൻവേഴ്സ് ഓഫ് B മൈനസ് tan ഇൻവേഴ്സ് ഓഫ് C എന്ന് കിട്ടൂലേ? അതേപോലെ ഫൈനലി ഐ ക്യാൻ ടെൽ യു ദാറ്റ് cot ഇൻവേഴ്സ് ഓഫ് CA plus C minus A, CA plus 1 by C minus A നെ നിങ്ങൾ ടാനിലോട്ട് മറിച്ച് നിങ്ങൾ റീറൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് tan ഇൻവേഴ്സ് ഓഫ് C മൈനസ് tan ഇൻവേഴ്സ് ഓഫ് A എന്ന് കിട്ടൂലേ? യു ആർ റൈറ്റ്, കിട്ടൂലേ? അപ്പൊ നമുക്കിത് മൂന്നും കൂടെ ആഡ് ചെയ്യാനാ പറഞ്ഞതല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, tan ഇൻവേഴ്സ് ഓഫ് A മൈനസ് tan ഇൻവേഴ്സ് ഓഫ് B പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് B മൈനസ് tan ഇൻവേഴ്സ് ഓഫ് C പ്ലസ് tan inverse of C minus tan inverse of A ചെയ്യുമ്പോൾ everything will be getting cancelled. ഓപ്ഷൻ ഉത്തരം 0 ആയിരിക്കും. ഹാപ്പി? 0 എല്ലാം കട്ടായി. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? ACP രസമല്ലേ? ഗുഡ് അല്ലേ? കാണുമ്പോൾ വലുതാണെങ്കിലും ചെയ്യുമ്പോൾ സുഖല്ലേ? കൊള്ളാലോ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഫീലിംഗ് ഗുഡ് അല്ലേ? ഓക്കെ വണ്ടർഫുൾ. യെസ്, വണ്ടർഫുൾ. ഓക്കെ, നമുക്ക് പോവാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളെ കേസിലോട്ട് നമ്മൾ ഇങ്ങനെ വരുമ്പോഴേ, നമ്മൾ പഠിക്കുമ്പോഴേ നമുക്കിനി ഇങ്ങനെ ക്വസ്റ്റ്യൻസിലോട്ട് ഇങ്ങനെ കയറണ്ടല്ലേ മക്കളെ? രണ്ടെണ്ണം കഴിഞ്ഞു. യെസ്, നെക്സ്റ്റ് വൺ. tan inverse of x by y minus tan inverse of x. ACP who cares the time വരട്ടെ 14. ഇല്ലട്ടാ മോനെ, ACPക്ക് മാത്രം അതിനുള്ള ഒരു പവർ ആൻഡ് അധികാരങ്ങൾ നമ്മൾ എക്സാമിനർ ഒഫീഷ്യലി കൊടുത്തിട്ടുള്ളൂ. It's her duty. Who told you to do that? Okay, next question on the screen. Please go for it. Tan inverse of x minus y divided by tan inverse of x minus y divided by x plus y is the question. Okay. വേഗം ചെയ്യൂ. ഓക്കെ ആണോ? വേഗം. ഞാൻ ആലോചിക്കുക, സമയം എന്നാ പോക്കാ. ജൂൺ കഴിഞ്ഞ് 6 മാസവും കഴിഞ്ഞ് ഇന്ന് എത്ര 7-ാം തീയതി വാട്ട് ഇസ് എ ഡേ ഓഫ്? ഇന്ന് 8-ാം തീയതി ആയി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പകുതി വർഷത്തിലെ 8 ദിവസം കൂടെ പോയി. എന്ത് ഫാസ്റ്റ് ആണല്ലേ? ഇനി 5 മാസവും 22 ദിവസം കൂടി കഴിഞ്ഞാൽ 2026 നമ്മൾ കടക്കുകയാണ്. നെക്സ്റ്റ് ഇയർ ആവാറായി കുട്ടികളെ. ഓഗസ്റ്റിൽ എക്സാം അല്ലേ? ഓഗസ്റ്റ് 20 ബോർഡ് എക്സാം, ഓണപ്പരീക്ഷ തുടങ്ങല്ലേ മക്കളെ? ഓഗസ്റ്റ് 20. ജൂലൈക്കായി. ജൂലൈ 8 മോനെ, 8. ഓഗസ്റ്റ് ഓണപ്പരീക്ഷയാ, ഓണം എക്സാം. When you realize JEE first attempt is near? Yes, first attempt is very near. Very near.
ജാനിലല്ലേ ഉണ്ടാവാറ് നോർമലി അല്ലേ? സോ ലെസ് ദാൻ 6 months I think. ഡോണ കറക്റ്റാ, യു ആർ റൈറ്റ്. ബാക്കിയുള്ള ചെയ്യട്ടെ. എടാ ഉത്തരം പറ. ഗോ ഫോർ ദി ആൻസർ സർ. ഗോ ഫോർ ദി ആൻസർ പ്ലീസ്. ഗോ ഫോർ ദി ആൻസർ. എന്താണ് ഉത്തരം? ചെയ്യട്ടെ, സമയം ഉണ്ടാക്കെങ്കിലും. Can I go for the question? ഞാൻ ചോദ്യം ചെയ്തോട്ടെ. ആർക്കെങ്കിലും എക്സ്ട്രാ ടൈം വേണോ? Can I move to the question? ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ചെയ്യുന്നുണ്ടോ എല്ലാവരും? ACP, who cares? അമിത്, ബാക്കിയുള്ള ആൾക്കാരെ, ചാറ്റ് ബോക്സിലുള്ള ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യും മക്കളെ. സംസാരിക്കടോ. നമ്മൾ ഈ ഓൺലൈൻ ലൈവിൽ ഞാനും നിങ്ങളും ഒക്കെ പബ്ലിക് ലൈവായിട്ടുള്ള സെഷനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മിണ്ടാതെ എങ്ങനെ ശരിയാവുന്നത്? എന്നും കൂടി നിങ്ങളുടെ സംസാരം കൊണ്ട് എന്നും കൂടി നിങ്ങൾ ചേർപ്പിയണ്ടേ? ഓക്കെ, ചെയ്യും. ഓഫ് കോഴ്സ് ഐ വിൽ ഡു കാശി. ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യട്ടെ. ചേട്ടാ ഞാൻ ചെയ്യാറല്ലേ? ഓക്കെ, എനിക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് tan inverse ഓഫ് x divided by y minus tan inverse of x minus y divided by x plus y ആണ് ചോദ്യം. ചോദ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. which is equal to, നമ്മൾ നോക്കുമ്പം ഇത് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? tan inverse of a minus tan inverse of b ഫോമാറ്റിൽ കിടക്കുന്നു. which is tan inverse of a x by y minus b x minus y by x plus y all divided by, yes, 1 plus xy. x ന് പകരം x by y, y ക്ക് പകരം x minus y, അല്ലെ a ക്ക് പകരം x minus y by x plus y. ഞാൻ ചോദിക്കട്ടെ ഒരു വട്ടം കൂടെ, എനിക്ക് ചാറ്റ് ബോക്സിൽ മറുപടി തരിക. ഞാൻ a ക്ക് പകരം x by y എന്നും b ക്ക് പകരം x minus y by x plus y എന്നും അപ്ലൈ ചെയ്തപ്പോ എനിക്ക് tan inverse of a minus tan inverse of b കിട്ടി. What is that? Tan inverse of a minus b by 1 plus ab. Tan inverse of a minus b by 1 plus ab. കിട്ടിയോ? പറയൂ. ഈ എഴുതിയ ആർക്കെങ്കിലും സംശയമുണ്ടോ? Anybody having any doubts writing like this? അപ്പോൾ നമുക്ക് നോക്കാം which is equal to tan inverse of kj പോയോ? tan inverse of ക്രോസ് ചെയ്യാം. x into x ക്രോസ് ചെയ്യുമ്പോൾ x സ്ക്വയർ വരുന്നുണ്ട്. പിന്നെ x into y ക്രോസ് ചെയ്യുമ്പോൾ പ്ലസ് എക്സ് വൈ വരുന്നുണ്ട്. ഇല്ലേ? ബാക്കിയോ മൈനസ് എക്സിൻ്റെ വൈ. ഈ നെഗറ്റീവും ഈ എക്സും ഈ വൈയും കൂടെ ചേരുമ്പോൾ നെഗറ്റീവ് എക്സ് വൈ ആയിട്ട് മാറൂലേ? സോ നെഗറ്റീവ് എക്സ് വൈ ആയിട്ട് മാറും. പിന്നെയോ ഈ നെഗറ്റീവും ഈ നെഗറ്റീവ് വൈയും കൂടെ ചേരുമ്പോൾ പ്ലസ് വൈ ആയിട്ട് മാറും. ആ പ്ലസ് വൈ ഈ ഇൻറ്റു വൈ ചെയ്യുമ്പോഴോ പ്ലസ് വൈ സ്ക്വയർ ആയിട്ട് മാറി. താഴെയോ ഡിവൈഡ് ബൈ വാട്ട് എൽസ് ഇസ് ദേർ? വൈനെ കൊണ്ട് ഈ താഴെയുള്ള എക്സ് പ്ലസ് വൈനെ ഓപ്പൺ ചെയ്യണം. ഈ വൈ ഇൻറ്റു എക്സ് ചെയ്യുമ്പം എക്സ് വൈ എന്നും ഈ വൈ ഇൻറ്റു വൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ എന്നും കിട്ടുന്നു. അപ്പൊ അടിയിൽ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആയിട്ട് മാറി. ഓൾ ഡിവൈഡ് ബൈ ബാക്കി അടി വീഴൂട്ടാ. ബാക്കി നമുക്ക് നോക്കാം. 1 പ്ലസ് അടി നോക്കണേ എക്സ് ഇൻറ്റു എക്സും എക്സ് ഇൻറ്റു മൈനസ് വൈയും ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പം എക്സ് സ്ക്വയറും എക്സ് ഇൻറ്റു മൈനസ് വൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് വൈയുമാണ് ഡിവൈഡ് ബൈ. അതേപോലെ ഈ വൈനെയും എക്സ് പ്ലസ് വൈനെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആയിട്ട് മാറും. കഴിഞ്ഞിട്ടില്ല. ഇനിയും സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ്
ഈ എക്സ് വൈയും മൈനസ് എക്സ് വൈയും ക്യാൻസൽ ആയി പോകൂലേ. പിന്നെ മേലെ എന്തുണ്ടടാ, മേലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, താഴെ എന്തുണ്ടടാ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, താഴെ എന്തുണ്ടടാ ഈ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്, പ്ലസ് കൂടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഉണ്ട്, താഴെ ആരും കൂടി ഉണ്ട് മക്കളെ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ഞാൻ ഈ തൊണ്ട പൊട്ടി പറയുന്നത് ബേസിക് മാത്സ് ആണ് കേട്ടാ, ബേസിക് മാത്സ് ആണ് കേട്ടോ. ഇതിലൊന്നും ട്രിഗ്നോമെട്രി ഇൻവേഴ്സ് ഒന്നും വരുന്നില്ല. ഈ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയറും ഈ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയറും ക്യാൻസൽ ആയി പോകും, ഈ എക്സ് വൈയും ഈ മൈനസ് എക്സ് വൈയും ക്യാൻസൽ ആയി പോകൂലേ. മേലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, താഴെയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ രണ്ടും കൂടി വെട്ടിപ്പോകും, ബാക്കി എന്ത് കിട്ടും, 1 കിട്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ π/4 ചാടാം. ചാടിക്കൂടെ 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 വേം പറ. ഞാനൊരു സമയം കൂടി നടത്തുന്നുണ്ട്, ബോർഡ് ലെവലും കൂടി ഞാൻ സമയം കൂടി നടത്തുന്നുണ്ട്. ഓക്കെ, ഞാൻ എക്സിന് 6 അല്ലെങ്കിൽ 5 എന്നും വൈക്ക് 1 എന്നും കൊടുത്തൂടെ എനിക്ക്. പക്ഷെ ശരിക്കും ഈ ക്വസ്റ്റ്യൻ എന്തായിട്ട് വരും അങ്ങനെ ഞാൻ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 5 മൈനസ് സമമാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 5 മൈനസ് 1 4 ഡിവൈഡ് ബൈ 5 പ്ലസ് 1 6 മാറൂലേ. അപ്പോൾ എന്തായിട്ട് മാറും, ടാൻ ഇൻവേഴ്സ് ഓഫ് 5 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/3 ആയിട്ട് മാറും. ടാൻ ഇൻവേഴ്സ് ഓഫ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി അല്ലേ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 5 മൈനസ് 2/3 ഡിവൈഡ് ബൈ 1 പ്ലസ് 5 ഇൻറ്റു 2/3 ആണല്ലോ. അപ്പോൾ മേലെ ടാൻ ഇൻവേഴ്സ് ഓഫ് 15 മൈനസ് 2 13/3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 10 13/3. എൻ്റെ ശ്രമം വിജയിച്ചിരിക്കുകയാണ് മക്കളെ. കട്ട് ചെയ്ത് പോയി നീ. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കിട്ടി, π/4 കിട്ടി. ഷോർട്ട് കട്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ മറ്റേ പറഞ്ഞത് അറിയോ, ബോർഡ് എക്സാമിനും ചോദിച്ചുകൂടായൊന്നുമില്ലല്ലോ. ബോർഡ് എക്സാമിന് എങ്ങാനും വന്നാൽ നമുക്ക് വെർത്തായില്ലേ. ഷോർട്ട് കട്ട് ഇഷ്ടമായോ? വേം പറ. ഷോർട്ട് കട്ട് ഇഷ്ടമായോ? വേം പറ. Are you okay with the shortcut, sir? Are you happy with that one? Tell me that. വാല്യൂ ഇട്ടാ മെയ്ന്നോ ഏതാ മെയ് മതി എന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, മതി, വാല്യൂ ഇട്ടാൽ മതി. വാല്യൂ ഇടുന്നതാണ് സുഖം. മറ്റേ ഞാൻ പറഞ്ഞില്ല, ബോർഡ് എക്സാം ലെവലും കൂടെ ഞാൻ കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും CBSE-കാരൊക്കെ സെഷൻ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ബോർഡ് എക്സാമിന് കൊടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് എൻ്റെ തലയിൽ വന്നതാ. വെരി ഗുഡ്. ഏത് എടുക്കുക ഡോൺ പീസ് ആവും. കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ കേസിലെ ഡൊമൈന് പരിധിയില്ല, റിയൽ നമ്പേഴ്സ് ആക്കട്ടാ, ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഡോൺ പീസ് ആവും കേട്ടോ. ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളത്തെ ആൾക്കാർക്ക് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ വരിക. അപ്പോൾ കൊടുക്കുമ്പോൾ സിമ്പിൾ കാൽക്കുലേഷൻ ഉള്ളത് കൊടുക്കുക. താഴെ 1 കൊടുത്താൽ പിന്നെ ഈ വൈന എന്ത് ചെയ്യാൻ പറ്റും, മേലെ 5 മൈനസ് 1 എന്നും 5 പ്ലസ് 1 പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊടുക്കുമ്പോൾ സിമ്പിൾ കൊടുക്കുക. 5 1 എവിടുന്നാണ് എനിക്കിഷ്ടമുള്ള കൊടുത്താൽ കുട്ടാ. ഞാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 6 കൊടുത്തത്, അതായത് എക്സിന് 5ഉം വൈക്ക് 1 കൊടുത്ത് ചെയ്തു. മനസ്സിലായോ? നമുക്ക് 6 1 കൊടുത്തും ചെയ്യാം. ഇനിയിപ്പോൾ 7 5 കൊടുത്താലും തെറ്റില്ല. പക്ഷേ ഇവിടെ ഈ 7 5 കൊടുത്താൽ ഇവിടെ 7/5 ഇവിടെയും ഫ്രാക്ഷൻ വരില്ല. ആ 2 സ്ഥലത്തും ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റാൻഡം ആയിട്ട് ഞാൻ എന്ത് ചെയ്തത്, എക്സിന് 5ഉം വൈക്ക് 1 കൊടുത്ത്. ഷോർട്ട് കട്ട്, ഇത് ഷോർട്ട് കട്ട് ആണ് കേട്ടോ. ഇറ്റ്സ് എ ഷോർട്ട് കട്ട് മെത്തേഡ് സർ, ഇറ്റ്സ് എ ഷോർട്ട് കട്ട് മെത്തേഡ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ യു കനോട്ട് അപ്ലൈ ലൈക്ക് ദിസ്. ഓക്കെ, y0 കൊടുത്താൽ x/y അടി കേജൻ്റെ അടി വീഴട്ടോ. കേജയ്ക്ക് y കൊടുത്താലേ y 0 കൊടുത്താൽ ഞാൻ വെച്ചാൽ 0 ആയി പോകും. ഞാൻ 0 ആയി കഴിഞ്ഞാൽ π/2 കിട്ടും. കൊടുക്കാം, y0 കൊടുക്കാം, π/4 കിട്ടും. π/2 മൈനസ് π/4 കിട്ടും കേട്ടോ. ഇവിടെ π/2 കിട്ടും. ഗതിക്ക് അറിയണം, താഴത്തെ 0 വരുമ്പം π/2 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 അങ്ങനെയും കൊടുക്കാം. ഡയറക്റ്റ് y ക്ക് 0 കൊടുത്താലും കേജ കിട്ടും. കറക്റ്റാ, ഗുഡ്.
വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും. 0 വന്നാൽ അടിയിൽ 0 വരുമ്പോൾ π/2 ആണ് വരിക. π/2 - π/4 വരും കേട്ടോ. പക്ഷെ വൈക്ക് 0 കൊടുത്താൽ അവിടെ താഴത്തെ 0 വരുമ്പോൾ π/2 ആണെന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കേച്ചേ. അല്ലാണ്ട് 0 കൊടുത്തിട്ട് ദേവേ ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നാണെങ്കിൽ കൊടുക്കരുത് കേട്ടോ. വൈക്ക് 0 കൊടുത്ത ആർക്കെങ്കിലും കാണിച്ചു തരണോ? വൈക്ക് 0 കൊടുത്തിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് കേച്ചേ, അത് ആർക്കെങ്കിലും ഞാൻ ചെയ്ത് കാണിച്ചു തരണോ? പറ്റുന്നുള്ളത് കാണിക്കണോ? വേഗം പറ. എനിക്ക് കുറച്ചുകൂടി ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, പറ 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 ആർക്കെങ്കിലും കാണിക്കണോ? കാണിക്കണോ 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 വേഗം. വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, മോനെ ഹൂ കേസേ എന്നിട്ടാണ് 2x3 പകരം ചിലപ്പോൾ നെഗറ്റീവ് ചെയ്തേക്കാറില്ല അറിയാഞ്ഞിട്ടാ ആണോ? നെഗറ്റീവ് സൈൻ മാറിപ്പോയി സാറേ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലേ, അത് അറിയാഞ്ഞിട്ടാ? ഞാൻ ഉദ്ദേശിച്ചത് അബദ്ധം മണ്ടത്തരം ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിവരമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അബദ്ധം ചെയ്യില്ല മണ്ടത്തരം ചെയ്യില്ല എന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡിലേക്ക് പോകാം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അതൊക്കെ അറിയണതല്ലേ എന്ന്. ഹൈടെക് ഹൈടെക് ജെൻസെഡ് കുട്ടൻ. ഓക്കെ, മന ജമ്പ് ചെയ്താ ക്വസ്റ്റ്യൻ ചിരിച്ചു ചിരിച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. വേഗം ചെയ്യണേ. ഐ എം ഹിയർ സർ, ഐ എം ഹിയർ, ഐ എം ഹിയർ, ഐ എം ഹിയർ. വേഗം ചെയ്യണേ. ഓക്കെ അല്ലേ? ആ 0 ഇവിടെ 0 വരെ വേണ്ട അടി. ഡോണെ കുട്ട ചെയ്ത് കിട്ടിയതെന്നാണല്ലോ അല്ലേ? ഇവിടെ കുറേ ടീംസ് ഉണ്ട്, ചാറ്റ്ജിപിടിക്കാരും ജെമിനിക്കാരും. എന്നിട്ട് മറ്റേ പാട്ടും നെഞ്ചത്തടിച്ചടി ജെമിനി ജെമിനി ആ പാട്ടുകാർ കുറേ ഉണ്ട് ഇവിടെ. ഡോൺ പി സാബുവിനെ ഞാൻ വിശ്വസിച്ചോട്ടെ. ഓക്കെ, മക്കളെ മക്കളെ ഓക്കെയാണോ? ഓക്കെയാണോ? ചെയ്യുന്നുണ്ടോ? ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നില്ലേ? If the inverse trigonometric functions takes the principal values, then cos inverse of 3/10 goes tan inverse of 4/3 plus 2/5 sin tan inverse of 4/3 is equal to ചെയ്യാം. ഡോൺ പി സാബുവിന് ചെയ്ത് കിട്ടും. സി തന്നെയാണ് ഡോൺ പി സാബു ചെയ്യുന്ന കൂട്ടനാണ്. I mean, in this gap, could you say that 0 case you previously mentioned? Oh, at that time, it's all you said. I was asking you, right, the same, right, for the 3 times, right? At that time, you told me, the group told me that not to do that one again. So, should I do it again, Mr. Schrodinger? Should I do it again? Should I go for that? Oh, gap-il sir പറയുന്നു. Gap-il. അയ്യോ, gap-il പറയുമ്പോൾ മോനെ കുട്ടപ്പ ആ 0 കേസ് ചോദിച്ചില്ലേ? എടാ വൈക്ക് 0 കൊടുത്താൽ അടിയിൽ 0 വരും, മേലെ എക്സും വരും, x/0 എന്നാവും ഇല്ലേ? ഇവിടുത്തെ വൈയും 0 കൊടുത്താൽ പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് x/x 1 ആവുകയും ഇവിടെ x/0 ആവുകയും ചെയ്യും. ടാൻ ഇൻവേഴ്സിൻ്റെ കേസിൽ അടിയിൽ 0 വരുന്ന കേസ് പറഞ്ഞാൽ π/2 വരുമ്പോഴാണ്. ടാൻ π/2 വരുമ്പോൾ അടിയിൽ 0 വരിക നമുക്കറിയാലോ. മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വന്നാലോ π/4 വരും. π/2 മൈനസ് π/4 ഇസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. അതാണ് ആ ചോദ്യം. ഓക്കെ, ഷ്രോഡിംഗർ ക്ലിയർ അല്ലേ? So, shall we continue to the next question? ഞാൻ പോട്ടെ. ഉത്തരം കിട്ടിയതിന്
ഉത്തരം കിട്ടിയതിന് tan inverse of 4/3 ആണ്. Let me write this as theta, sir. അപ്പോൾ cos theta ആയിട്ട് മാറി. Tan inverse of 4/3, let me write that one as theta again. തീറ്റ രണ്ടും തീറ്റയാണ്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ തീറ്റക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 കൊടുത്താൽ വി നോ ദാറ്റ് ടാൻ തീറ്റ ഈക്വൽ ടു 4/3. ടാൻ തീറ്റ ഈക്വൽ ടു 4/3 എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ വരച്ചാൽ ഓപ്പോസിറ്റ് 4 ആണ്, അഡ്ജസൻറ്റ് 3 ആണ്, ഹൈപ്പോഡിന്യൂസ് 5 ആണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണ് മക്കളെ? കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചോളാം, ഡയറക്റ്റ് പറയാൻ പോവാണ്. 3/10 ആണ് ഫസ്റ്റ് ടേം മൾട്ടിപ്ലൈഡ് ബൈ cos theta. Cos theta from this triangle 3/5 is here cos theta plus similarly you can see that there is a 2/5 അവിടെ 2/5 ഇല്ല into sin theta. Sin theta opposite by hypotenuse 4/5 ആയിട്ട് മാറൂലേ? അപ്പൊ ഇവിടെ 9/50 8/25 ആണ്. ഈ 9/50 8/25 നമുക്ക് കൂട്ടണ്ടേ? ഈ 9/50 8/25 ഞാൻ കൂട്ടുമ്പം ശരിക്കും എന്തായിട്ട് മാറും? കൂട്ടി നോക്കിക്കോള്. കാൽക്കുലേഷൻ അപ് ടു യു. ജയിക്കാരേ കാൽക്കുലേഷൻ അപ് ടു യു മക്കളെ. cos inverse of 1/2 cos inverse of 1/2 which is equal to pi/3 as Don said, as Mr. Kashinath said. C is the answer, pi/3. കിട്ടിയോ? ACB ഷ്രോഡിംഗു കിട്ടിയോ? ഷ്രോഡിംഗ ഡിംഗ 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 ഡിംഗാരേ ഡിംഗ 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 ഡിംഗാരേ ഷ്രോഡിംഗ ഡിംഗ ഡിംഗ ഡിംഗാരേ ഷ്രോഡിംഗ ഡിംഗ ഡിംഗ ഡിംഗാരേ. ACB പോയി എന്ന് പറഞ്ഞു. ACB കിട്ടായിട്ട് വിഷമായിട്ട് माना हो तुम बेकद हंसी ऐसे बुरे हम भी नहीं. Okay now, are you happy with this? Shall we move to next question? Yes, this is perfectly based on your board levels, but unfortunately or fortunately this is a PYQ from your JEE exam. JEE പരീക്ഷയുടെ ഒരു PYQ ആണ്. പക്ഷേ that's it. KJ ഡയറക്റ്റ് ചോദ്യം ജെയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ വേണ്ടി ഇപ്പം 8 കണ്ടോ ACPനെ ഏൽപ്പിച്ച് പണിക്ക് ACP മറന്ന് ആരാ അവിടെ ഒരു കവിയാരുള്ളത്? ഹൂ കേസ് 8:33 ACP മറന്നു. ഹൂ കേസ് ആരോ ഒരാൾ നേരത്തെ 8:1 മെൻഷൻ ചെയ്തപ്പോൾ ACP എൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. 8:33 വി ഹാവിങ് 27 മിനിറ്റ്സ് റിമൈനിങ്. അപ്പോൾ ആ 27 മിനിറ്റിലേക്ക് ഒരു ഒറ്റ മിനിറ്റ് സമയം ഞാൻ തരുന്നു. 1 മിനിറ്റ് സമയം പ്ലീസ് ഗോ ഫോർ ഇറ്റ്. നീരജ് ഹായ്, ഹൗ ആർ യു മാൻ? സുഖം? പാടുന്നതൊക്കെ പാടട്ടെ. ഓക്കെ, ഷ്രോഡിംഗറെ കവിതകളൊക്കെ അങ്ങോട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞങ്ങളൊന്ന് വായിക്കട്ടെ. അമ്മേ പൊറുക്കുക, ഈ വർഷവർണ്ണം അങ്ങനെയാണോ? 31π/12 നോക്കാം. സർ ACP യു ക്യാൻ ഷൂട്ട് ദി ആൻസർ ആണെന്ന് തോന്നുന്നു. റോൺ പി സാബു കുട്ടപ്പ, ഐ ഡോണ്ട് ഹാവ് ദ എക്സാക്ട് കീ വിത്ത് മീ. കീ നോക്കണം, ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ഇത് ഞാൻ ചെയ്തെന്നല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 ഇന്ന് ബോർഡ് ലെവലിന്റെ ഡിസ്കഷന്റെ സ്റ്റാർട്ടിംഗിൽ ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തില്ലായിരുന്നോ? ഇറ്റ് ഈസ് ഈക്വൽ ടു π/3, റൈറ്റ്? ദാറ്റ്സ് എ വെരി സിമ്പിൾ വൺ. π/3 കിട്ടില്ലായിരുന്നോ? അതേപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7. ശരിക്കും ഇത് നിങ്ങളുടെ ബോർഡിലെ 2 മാർക്കിന് വരാവുന്ന 3 ചോദ്യങ്ങളെ ക്ലബ് ചെയ്തിരിക്കുന്ന ബോർഡ് എക്സാമിന് വരും. ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 2 മാർക്ക്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 2 മാർക്ക്. Similarly you can see that there will be a question like tan inverse of tan 3π/4 2 marks. ഇവരെന്നെ കളിയാക്കുന്നതാണ് സാർ. കളിയാക്കലൊന്നുമില്ല,
കളിയാക്കലത് എൻ്റയർ ബാച്ച്, അതിൻ്റെ ഫുൾ എന്താ പറയുക ഇതും പോണത് ക്രെഡിറ്റും അതിൻ്റെ ഫുൾ സംഭവങ്ങൾ പോണത് ടു ACP ഓൺലി. എല്ലാ കളിയാക്കലും ACPക്ക് മാത്രമാണ്, നിങ്ങൾക്കൊന്നുമില്ല കേട്ടോ. ഒരിക്കലും ഷോഡിംഗർ അങ്ങനെ ഏറ്റെടുത്ത് പറയരുത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ് വൺ. യു ക്യാൻ സീ ഹിയർ. അപ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിനി കോസ് ഇൻവേഴ്സ് ഓഫ് ബി ഡീലിംഗ് വിത്ത് കോസ് ഇൻവേഴ്സ് ഓഫ് cos 7π/6. നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് cos 7π/6 പോകാം, പോയിക്കൂടെ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ്, നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കോസ് ഇൻവേഴ്സും കോസും കളയാൻ വേണ്ടി തോന്നും ചിലപ്പം, പക്ഷേ 7π/6 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇറ്റ്സ് ഔട്ട് ഓഫ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. കാരണം കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് 0 to ക്ലോസ്ഡ് ബൈ ആണ്. ക്ലോസ് 0 to ക്ലോസ്ഡ് ബൈന്റെ പുറത്താണ് ആര്? 7π/6. കാരണം 7π/6 എന്ന് പറയുമ്പോൾ whenever we are converting that into degree you can see that അത് 7 × 30 210 ഡിഗ്രി വരും. പക്ഷേ 0 to 180 കോസ് ഇൻവേഴ്സിനുള്ളൂ. സോ പറ്റൂല. അപ്പോൾ cos 7π/6 7π/6 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് പുറത്ത് കിടക്കുന്ന ആ പുള്ളിക്കാരനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ 7π/6 നിങ്ങൾ മാറ്റിയിരിക്കണം. റൈറ്റ് ലൈക്ക് 2π - 5π/6 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഈ ഒരു റൈറ്റിംഗിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് എഴുതി കാണിക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. സുനി വർഗീസ്, ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. നെഗറ്റീവ് π/6 is not lying between the principal value branch of cos inverse x. Okay. മെട്രിക്സ് കഴിഞ്ഞായിരുന്നു, എനിക്കറിയില്ല. I don't know മിസ്റ്റർ FJ കിക്കി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ആർക്കെങ്കിലും പറയണോ? ഈ 2π - 5π/6 എങ്ങനെ ഈ ഒരു 7π/6 സംഭവം നിങ്ങൾക്ക് നോക്കുമ്പോൾ 12π - 5π/6 7 ആണെന്ന് മനസ്സിലാവുമെങ്കിലും ഇതിങ്ങനെ എഴുതുന്ന രീതി ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കണം. ഇപ്പൊ പറഞ്ഞേക്കണം വേണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. We can write like cos inverse of 2π - θ ഫോർമുലാണ്. cos 2π - θ ഫോർമുലാണ്. നാലാമത്തെ ക്വാഡ്രന്റിലാണ്. സോ cos 2π - θ equal to cos θ cos 5π/6 ആയിട്ട് മാറും. ഇപ്പൊ 5π/6 എന്ന് പറയുന്ന ആള് 150 ഡിഗ്രി ആണ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ്. അപ്പൊ നമുക്ക് ഉത്തരം പറയാം 5π/6 ആണ് ഉത്തരം. ആരുടെ? ഈ cos inverse of cos 7π/6 ഉത്തരം 5π/6 ആണെന്ന് കിട്ടിയില്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനി നമുക്ക് ലാസ്റ്റ് tan inverse of tan 3π/4 ആണ്. സോ നമുക്കറിയാം tan inverse of tan 3π/4നെയും നമുക്ക് വെട്ടി 3π/4 എഴുതാൻ പറ്റില്ല. ഔട്ട് ഓഫ് ദി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പോകും. അപ്പം നമ്മൾ അതിന്റെ റീഅറേഞ്ച്മെന്റിലോട്ട് പോകുമ്പം tan 3π/4 3π/4 എനിക്ക് π - π/4 എന്ന് എഴുതാം. എനിക്കതിനെ π - π/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, tan inverse of tan π - θ minus tan θ ആണ്. So I can write like tan of π/4 - θ equal to minus tan θ. tan ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചേക്കണേ, ചാറ്റ് ബോക്സിലേക്ക് ശ്രദ്ധ പോകരുത്. ശ്രദ്ധിച്ചേക്കണം അമിത്തെ. അപ്പൊ ഈ നെഗറ്റീവ് ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, tan ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ നെഗറ്റീവിനെ നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ടുപോയിട്ട് നെഗറ്റീവ് tan π/4 tan ഓഫ് നെഗറ്റീവ് π/4 എന്ന് എഴുതാം. ഈ ടാനും tan ഇൻവേഴ്സും ഇനി കളയാം. കാരണം ഈ കിട്ടിയ നെഗറ്റീവ് π/4 tan inverse x ന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് തന്നെയാണ്. കിട്ടിയില്ല. അപ്പൊ 3 ആൾക്കാരായി. ഒന്ന് നെഗറ്റീവ് π/4 ആണ്, ഒന്ന് 5π/6 ആണ്, ഒന്ന് π/3 ആണ്. ഇത് 3 കൂടി കൂട്ടണം. π/3 ഉണ്ട്, 5π/6 ഉണ്ട്, -π/3 ഉണ്ട് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ്? π/3 ഉണ്ട്, പ്ലസ് പിന്നെ ആരുണ്ടായിരുന്നു 5π/6 ഉണ്ട്, 5π/6 ഉണ്ട്, മൈനസ് അവിടെ നിന്ന് 6 നമ്മൾ കുറയ്ക്കണം. നമ്മൾ π/4 കുറയ്ക്കണം. π/4 നമ്മൾ കുറയ്ക്കണ്ടേ. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു LCM എടുക്കാമല്ലോ അല്ലേ? 12 LCM എടുക്കാമല്ലോ. എടുത്തൂടെ? അപ്പോൾ 3 × 4 4 × π, സോ 4π മേലെ വരും. 6 × 2 5 × 2 മേലെ 10π വരും, മൈനസ് 4 × 3 3 വരും, 3π വരൂലേ? അപ്പൊ 14π മൈനസ് 3π ഡോണേ തെറ്റിയില്ലേ? 11π/12 ആണ്. 11π/12 ആണ്. ഇല്ല, ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. 11π/12 ആണ്. കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു.
Shafi Ibrahim, how are you? You are from? ഷാഫി നമ്മുടെ ആപ്പിലുള്ള കുട്ടികളല്ലോ അല്ലേ? പബ്ലിക് ലൈവിൽ പുറത്ത് നറ്റിൻ്റെ ആളല്ലേ? ആവേശം കൂടി തെറ്റിപ്പോകും, ഉറപ്പായിട്ടും തെറ്റിപ്പോകും, ആവേശം കൂടി തെറ്റിപ്പോകും. കണ്ണൂർ ഷാഫി നമ്മുടെ പബ്ലിക് ലൈവിൽ ഇല്ലാത്ത ആളല്ലേ? ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ കുറച്ചും കൂടി റെഗുലറായിട്ട് ക്ലാസ്സുകളും കുറച്ചും കൂടി കണ്ടന്റുകളും ഡിസ്കഷൻസും ഒക്കെ കുറച്ചും കൂടി അഡീഷണൽ സെഷൻസ് ഒക്കെ കിട്ടി. ലൈക്ക് നമുക്ക് എൻ്റെ ആകുമ്പോഴേക്ക് ജെയുടെ സെഷനൊക്കെ ആകുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒക്കെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ലൈവിൻ്റെ തുടക്കത്തിൽ ഞാൻ ഓൾറെഡി നമ്മുടെ കൂടെ ആപ്പിൽ ആപ്പിലുണ്ട്. ഓക്കെ, ദെൻ നോ ഇഷ്യൂസ്. ഞാൻ ചുമ്മാ പറഞ്ഞു തരുന്നേരം. ഓക്കെ, ആപ്പൊക്കെ ഫുള്ള് കറക്റ്റ് കാണലുണ്ടോ ഷാഫി? കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യലുണ്ടോ? കറക്റ്റ് ചെയ്യലുണ്ടോ? സുനി വർഗീസ്, വാട്ട് ഈസ് നെഗറ്റീവ് പൈ ബൈ 4? വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ലാസ്റ്റിന് ഉത്തരമാണ് നെഗറ്റീവ് പൈ ബൈ 4 പറഞ്ഞേ. 15 പൈ ബൈ 12 കിട്ടിയിരിക്കുന്നു, ഇരിക്കത്തേ ഉള്ളൂ. ACP കൂട്ടാനും ACP ഇതും കൂടെ പിടിച്ച് കൂട്ടിയോ? അവിടെ വേറൊരു കാരണം കേട്ടാ, 17 പൈ ബൈ 12 ഓപ്ഷനിൽ ജെയുടെ ഓപ്ഷനിലുണ്ട് 17 പൈ ബൈ 12. കാരണം നിങ്ങൾ ഈ ആവേശം കൂടിയിട്ട് ഇത് പ്ലസ് അടിക്കും. ചിലപ്പോൾ പ്ലസ് അടിക്കുമ്പം 14 10 4 14 പ്ലസ് 3 17 ബൈ 12 അടിക്കും നിങ്ങൾ. ഓക്കെ, അതെ, ഷാഫി ഇബ്രാഹിമിനെതിരെ ഞാനും ആപ്പിൽ നമ്മളെ ക്ലാസ്സിൽ ഇതുവരെ ആ ഒരു പേര് ഐ തിങ്ക് ഇറ്റ്സ് എ റെയർ നെയിം ഫോർ ഹിം. സോറി, ഇറ്റ്സ് എ റെയർ നെയിം ഫോർ മീ. ഐ ഡിഡ്ന്റ് സീ ഹിം ബിഫോർ. കണ്ടില്ല സത്യ. KJ ആവേശം കൂടിയോ? തെറ്റിപ്പോയോ? ഡോൺ കുട്ടാ ഓക്കെ അല്ലേ? ഷാൻ ഐ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Yeah, of course. Next I show them on the screen. Tan of 2 tan inverse 1 by 5 plus sec inverse of 5 root 5 by 2 plus 2 tan inverse of 1 by 8. Again, it's a board level plus. Board level അല്ല, ബോർഡ് ലെവലിൻ്റെ ഒരു 2 പ്ലസ് അധികം ഉണ്ടാവും. പക്ഷെ ജെയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷെ ജെയ്ക്ക് ചോദിച്ച ചോദ്യം കേട്ടോ, PYQ ആണ്. ഇത് രണ്ടും അല്ലാത്ത ആൻസർ ആയി പോയിന്ന്. ACP അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണല്ലോ, ഒരു ബന്ധം ഉണ്ടാവില്ല. അനഗ എന്നല്ലായിരുന്നു പേരില്ലേ? അനഗ CP അല്ലായിരുന്നു. ഐ തിങ്ക് യുവർ നെയിം വാസ് ലൈക്ക് ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? ACPയുടെ അമ്മയൊക്കെ എന്നത് പറയുന്നു, വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. ചോദിച്ചു എന്ന് പറയണേ, അമ്മയോടൊക്കെ ചോദിച്ചു എന്ന് പറയണേ കേട്ടോ. ACPയുടെ കറക്റ്റ് സ്വഭാവങ്ങളും ACPയുടെ കറക്റ്റ് കാര്യങ്ങളും സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞ് ACPയെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് അമ്മയുടെ വക എനിക്ക് എന്തൊക്കെയോ കേക്ക്സും ചോക്ലേറ്റ്സും കോഫീസൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഐ വിൽ സെൻഡ് യു മൈ അഡ്രസ്, ഐ വിൽ സെൻഡ് യു മൈ ഡീറ്റെയിൽസ്. യു ക്യാൻ സെൻഡ് മീ ദാറ്റ് വൺ. ഓക്കെ, ഏത് സോങ്ങാണ് ഷാഫി ഇബ്രാഹിമിന് ഇഷ്ടമായത്? വിച്ച് സോങ് യു ലൈക്ക്? വിച്ച് സോങ്? നമ്മൾ വല്ലപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ അന്നും തലേന്നൊക്കെ കയറുന്ന പാട്ടുകളൊക്കെ ചുമ്മാ ക്ലാസ്സിലെ ആപ്പിലൊക്കെ പാടാറുണ്ട്. ഏത് പാട്ടാ സാർ? വേണം വിത്ത് വേർഡ്സ് ആവും. മധുരമാമോ നോക്കാം. കണ്ടിന്യൂ. ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. വേടനും കാടനൊക്കെ പിന്നെയും വരും കേട്ടാ. സുനി വഗീസ്, വി ഫിനിഷ്ഡ് ഇറ്റ് 11 പൈ ബൈ 12. വി ആർ ബാക്കിലാണല്ലോ, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരും കേട്ടാ. ലാഗ് ഉണ്ടോ? ക്ലാസ് എത്തുന്നതിൽ വീഡിയോ എത്തുന്നതിൽ ലാഗ് ഉണ്ടോ? ഓക്കെ, വേഗം ചെയ്യൂ. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഇരിക്കുന്നു. 8:45 15 മിനിറ്റും കൂടെ മാത്രം. എൻ്റെ കുട്ടികളെ, ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ വൺ ഷോട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഈ വൺ ഷോട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, കുറേ തിയറി ഞാൻ പറഞ്ഞു തന്നു. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇനി 15 മിനിറ്റും കൂടെ മാക്സിമം 2 ചോദ്യങ്ങളോ അല്ലെങ്കിൽ 3 ചോദ്യങ്ങളോ കൂടെ മാത്രമേ നമുക്ക് പറയാനുള്ള സമയമുള്ളൂ. സോ റെസ്പോണ്ട്. ഓക്കെ, ഷോർട്ടിംഗസ് കഴിയുമെങ്കിൽ ചെയ്തോളൂ. ചെയ്യണോ എന്ന് എന്തിനാ ചോദിക്കുന്നത്? PYQ is always good sir, you have to do it. ചെയ്യാതെ പിന്നെ എങ്ങനെ നമ്മൾ കയറും? 9 മണിക്ക് നിർത്തും. ഓഫ് കോഴ്സ്. എന്താ TITA? വാട്ട്സ് എ മീനിങ്? ടൈറ്റൻ എന്നാണോ? ഒരു എന്നുണ്ടെങ്കിൽ ടൈറ്റൻ എന്ന് വായിക്കായിരുന്നു. ടീറ്റ. 9 മണിക്ക് നിർത്തും. ഓഫ് കോഴ്സ് 7 to 9 is our timing, right? I will be finishing by 9 o'clock. Tita, what is your name? Tell me your place. ആപ്പിലുണ്ടോ? പബ്ലിക് ലൈവ് കാണുന്ന ആളാണോ? റെസ്പോണ്ട് ചെയ്തേക്കണേ. ടൈറ്റാണോ ഉദ്ദേശിച്ചത്?
ടൈറ്റാനൊക്കെ ആപ്പിളുണ്ട്. ജസീർ സർക്ക ഊക്ക് വണ്ടി. ആഹാ. ഇനി ACP എന്നാണോ ടൈറ്റാൻ നിങ്ങൾക്ക് സംശയം? അപരനാമത്തെ അറിയപ്പെടുകയാണോ? കുറേ പേരിൽ എല്ലാവരത്തുനിന്നും ഊക്ക് ഇടുന്നതിനെക്കാളും നല്ലത് പല പല പേരിലാകുമ്പോഴേ വേറെ ആളാണെന്ന് വിചാരിച്ചുള്ളൂ. അതിന് വേണ്ടിയിട്ട് ACP സ്വന്തമായിട്ട് ഉണ്ടാക്കിയ അക്കൗണ്ട് ആണോ അത് നിങ്ങൾക്ക് സംശയമുണ്ട്. ആണോ ACP? സത്യം പറ. നെയിം ഇനി ചേഞ്ച് ആക്കാൻ പറ്റില്ല. ആരും പറ്റില്ല. പറ്റില്ല ഉദ്ദേശിച്ചത് അല്ല, എനിക്ക് സംശയമുണ്ട്, സത്യമായിട്ട് സംശയമുണ്ട്. ACP ആവാനാ ചാൻസ്. ടൈറ്റാൻ ഒരു പേരില്ലേ, എന്നാ പിന്നെ സംശയിക്കൂലല്ലോ. ഉത്തരം മുട്ടാത്ത ചോദ്യങ്ങൾ, അതാ ഉത്തരം മുട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കിടക്കട്ടെ. 2 tan inverse of 1/5. 2 tan inverse of 1/5. അപ്പുറത്ത് ഒരു കുട്ടപ്പനുണ്ട് 2 tan inverse of 1/8 അല്ലേ. 2 tan inverse of 1/8. നമുക്ക് അത് രണ്ടിനെയും കൂടി പിടിച്ച് കെട്ടാലോ അല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു മക്കളെ 2 പുറത്തെടുക്കുന്നു. അപ്പൊ ബാക്കി tan inverse of 1/5 plus tan inverse of 1/8 ആണ്. ഷാഫിക്കുട്ട നോക്കിക്കോട്ടാ, 2 പുറത്തേക്ക് എടുത്തു. tan inverse of 1/5 plus tan inverse of 1/8 എന്ന് പറയുമ്പോൾ tan inverse of 1/5 plus 1/8 divided by 1 minus 1/5 into 1/8 എന്ന് കിട്ടുന്നില്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 tan inverse of നമുക്ക് നോക്കാം 8 plus 5 13/40 ആണ് അല്ലേ. ഡിവൈഡ് ബൈ 40 മൈനസ് 1 39/40 ആണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ 40 വെട്ടിപ്പോവല്ലോ. 13 ഒരു 13 39 3 13 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് റൈറ്റ്ലി യു ബി ഗെറ്റിംഗ് ലൈക്ക് 2 tan inverse of 1/3 എന്ന് കിട്ടും. ഈ 2 tan inverse of x നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 tan inverse of x നെ നമുക്ക് tan inverseലോട്ട് മാറ്റാം. tan inverse of എന്താ ഫോർമുല 2x divided by 1 minus x square ആണ്. 2x എന്ന് പറയുമ്പോൾ 2 into 1/3 2/3 divided by 1 minus x square ആണ്. 1 minus x ന്റെ സ്ക്വയർ 1/3 ന്റെ സ്ക്വയർ 1/9 ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്കറിയാം which is equal to tan inverse of മേലെ 2/3 ആണ് മക്കളെ. താഴെയോ 9 മൈനസ് 1 8 ആണ്. ഈ 8/9 ആണ് അല്ലേ. ഈ 8/9 മേലെ പോകുമ്പോ എന്തായിട്ട് മാറും? tan inverse of 2/3 into 9/8 ആയിട്ട് മാറും. കട്ട് ചെയ്യുമ്പം 4, കട്ട് ചെയ്യുമ്പം 3. ഉത്തരം tan inverse of 3/4 ആയിട്ട് മാറൂലേ. ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. ആരാ? sec inverse of √5/2. പുള്ളിക്കാരൻ നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. തീറ്റ സീക്ക് പറയുമ്പോൾ അല്ലേ വരിക. 2 ഇവിടെയും √5 ഇവിടെയും വരും അല്ലേ. √5 ഇവിടെ 1 വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് tan inverse എന്താ വരിക? tan inverse ഇതിനെ നമുക്ക് tan inverseലേക്ക് മാറ്റുമ്പോൾ tan inverse of opposite by adjacent 1/2 ആയിട്ട് മാറൂലേ. ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല ACP ഉണ്ടോ അല്ലെന്ന് ചോദിക്കരുത് അടി. അപ്പോൾ sec inverse of √5/2 നമുക്ക് tan inverse of 1/2 ആക്കി മാറ്റി എഴുതാം. tan inverse of 1/2 ആക്കി മാറ്റി എഴുതാം. അപ്പോൾ അവസാനം ചോദ്യം എന്ത് വരും? ഈ പറയുന്ന രണ്ടെണ്ണം കൂടി മിക്സ് ചെയ്ത tan inverse of 3/4ഉം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മറ്റേതിനെ കൺവേർട്ട് ചെയ്ത tan inverse of 1/2 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും കൂട്ടണം. കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതായത് sec inverse of √5/2നെ ഞാൻ ട്രിഗ്നോമെട്രിക് ടേബിൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് ഞാൻ അതിനെ tan inverse of 1/2 ആക്കി മാറ്റി tan inverse of 1ഉം tan inverse of 1/2 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. നമ്മളത് കൂട്ടുമ്പോൾ എന്തായിട്ട് വരും? tan inverse of നമുക്ക് നോക്കാം 3/4 plus 1/2 അല്ലടാ ഡിവൈഡ് ബൈ അല്ലടാ 1 minus 3/4 into 1/2 എന്ന് കിട്ടൂലേ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മേലെ 6 plus 4 10/8. താഴെയോ 6 plus 4 10/8. താഴെയോ 5/8. 10/8ഉം 5/8ഉം 10/8ഉം 5/8ഉം രണ്ട് tan inverse of 2 ആണ് കിട്ടുന്നത്. 6 plus 4 10 10/8 ഡിവൈഡ് ബൈ 5 minus 8 അല്ലേ 2 അല്ലേ. tan inverse 2 അല്ലേ? യെസ് 2 അല്ലേ.
10/8 അല്ലേ മേലല്ല കൂടുതൽ 2 അല്ലേ വരിക 2 അല്ലേ വരിക. അപ്പോൾ tan inverse of 2 ഓക്കെ. tan inverse of 2. Sir, here mutton soup for dinner do you need? I don't like soup. Who cares? I don't care about it. Don't care about it. Okay. Aslam, hello, good. കിട്ടിയില്ലേ 2 കിട്ടിയില്ലേ? ആവശ്യക്കാരെ കാണും, കണ്ണിനുള്ളവൻ കാണും, ഫോളോ ചെയ്യാൻ പറ്റുന്നവൻ കാണും. ഓക്കെ. ഒരു 8 മണിക്കൂർ ഫുൾ ലെവലിൽ തിയറി പറയാനെങ്കിൽ 7 to 8 മണിക്കൂർ നമുക്ക് ബോർഡ് ലെവലിൽ കണ്ടന്റ് പറയാനുള്ള ചാപ്റ്ററിനെയാണ് നമ്മൾ 1 ഷോട്ടായിട്ട് 2 അവറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ചില ആൾക്കാർക്ക് കണ്ടന്റ് ഉണ്ടാവും. അത് അത്രേ ഉള്ളൂ. അവർ നമുക്ക് പഠിച്ചത് ഇപ്പോൾ ഇത് ശരിക്കും ഈ സെഷൻ്റെ ഒക്കെ ഗുണങ്ങൾ ആലോചിച്ച് സ്കൂളിൽ ഈ ചാപ്റ്റർ എടുക്കുന്നു, പഠിച്ചതിന് ശേഷം കണ്ടന്റ് ഫുള്ള് സെറ്റ് ആയി സാറ് പറയും അങ്ങനെ ഓക്കെ റിക്വയർമെൻറ്റ് ഞാൻ ചെയ്യട്ടെ ക്വസ്റ്റൻ ഇതിങ്ങനെ ചെയ്യാമല്ലേ, ഈ ഒരു മൈൻഡിൽ വന്നാലേ ഈ ക്ലാസ്സിനെ കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ sin = cos tan ആ ഒരു ലെവലിൽ ഒഴുക്കി എങ്ങനെ ഇൻവേഴ്സ് വന്നു, 1 എങ്ങനെ വന്നു, ഈ ഫോർമുല എങ്ങനെ വന്നു എന്ന് പറയില്ല. അതെ, ഹു കേസ്, ശരിയാ. അപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അസ്ലം യു ആർ ഹിയർ? അതെ മാൻ. എൻ്റെ ക്ലാസ്സിൽ ഓഫ്ലൈനിൽ മുന്നേ ഇരുന്നിട്ടുണ്ടോ? കാൻഡിഡേറ്റിൽ മുന്നേ ഇരുന്നിട്ടുണ്ടോ? സുഖാണോ? ഹാപ്പി? മിസ്റ്റർ റൌഫിനോട് ഞാൻ ചോദിച്ചു എന്ന് പറയൂ. ഓക്കെ, സി യു. നമ്മുടെ ആപ്പിലുള്ള ആളാണോ അതോ ലൈക്ക് പബ്ലിക് ലൈവിൽ കാണുന്ന ആളാണോ? മഹി പറയൂ. +1 എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക് കൂട്ടാ? നോട്ട് റൂഫ് സർ, റൌഫ്. ഹി നോസ് ഹിം വെരി വെൽ. ഞാൻ ചോദിച്ചു എന്ന് പറയൂ. ജസ്റ്റ് ടെൽ ഹിം. യാ, ദാറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ സർ. നല്ല നെയിമാണല്ലോ. സാറിൻ്റെ ഫാൻസ് തപ്പിപ്പിടിച്ച് വരും. അതെ തപ്പിപ്പിടിച്ച് വരും. എന്ത് ചെയ്യാന്നാ, ജീവിക്കണ്ട. ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ദ ഡേ. നമ്മൾ മുന്നേ ബാച്ച് ലൈവിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബാച്ച് ലൈവിൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ബാച്ച് ലൈവ് ആര് വേഗം പറഞ്ഞുതരാം. ജസ്റ്റ് ലൈക്ക് യു 10 സ്റ്റുഡൻസ് ഫൈൻഡിങ് ജസീൽ സർ. അതെ, NSD സർ. യെസ്, NSD സർ. ദസ് എ കോഡ്. അവിടെ ഉപയോഗിക്കുന്ന കോഡാണ് NSD. But normal code is majority like people are using my code as NM. Oneshot Maths. That's exact code. NSD is like blah 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 blah. Ade, who cares? We are going to wind up the sessions. I'm moving to wind up the sessions. ഇത് ജെയുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, ACB ക്ലാസ് ചെയ്തിട്ടില്ലേ, ക്ലാസ് ലൈവിൽ ചെയ്തിട്ടുണ്ട്, ബാച്ച് ലൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അസ്ലമ ആപ്പിലുണ്ടോ? അസ്ലമേ അതോ ലൈക്ക് നോർമൽ പബ്ലിക് ലൈവ് കാണുന്ന ആളാണോ? Try to purchase the app because you'll be getting like sessions of JEE, exact sessions of JEE. കിട്ടും. സെഷൻസ് നല്ല സെഷൻസ് കിട്ടും കേട്ടോ. ഈ ACB ഒക്കെ 2 കൈയും കാലും മൂക്കും വെച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നിട്ട് കരഞ്ഞ ആൾക്കാരാണ്. അതൊക്കെ എങ്ങനെയാ ചെയ്യുക സാറേ, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ആ ACBക്കാണ് ഇപ്പം തെറ്റിക്കാനെങ്കിലും പഠിച്ച്, പകുതി എഴുതി തെറ്റിക്കാനെങ്കിലും പഠിച്ച്. മനസ്സിലായില്ലേ? അഭിജിത്ത് കുട്ടപ്പാ പറയും മുത്തേ, പറഞ്ഞോളൂ. സാറേ ഓവർ എന്നോ ഉത്തരം പറയും. അസ്ലമ B ആണോ ഉത്തരം? BH. വാട്ട് ഇസ് BH? ക്ലാസ് ഓവർ ആയിട്ടില്ല മോനെ, ഓവർ ആവാൻ പോട്ടോ. റാഷണലൈസ് ചെയ്യൊന്നും വേണ്ട, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഡോൺ പീസ് അപ്പോൾ റാഷണലൈസ് ചെയ്യാൻ പോകണ്ട. ഐ തിങ്ക് യു ക്യാൻ സിംപ്ലിഫൈ ദാറ്റ് വൺ വെരി സിംപ്ലി. യു ക്യാൻ സിംപ്ലിഫൈ ദാറ്റ് വൺ. അസ്ലാമെ ചെയ്തിട്ടാണ് ഉത്തരം B കിട്ടിയത്. ചുമ്മാ ChatGPT കയറി പറയരുത്. എവിടെ ChatGPT അസ്കിതകളുള്ള ചില മനുഷ്യന്മാർ, ചില കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ട് കേട്ടോ. മനസ്സിലായല്ലേ?
അസ്ലാം പറ്റുമെങ്കിൽ എങ്ങനെ കിട്ടുന്ന കൂടി സെഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കേട്ടോ, ഗ്രൂപ്പിൽ ചാറ്റിൽ ഒന്നിട്ടേക്ക് എങ്ങനെ ചെയ്തു എന്നിട്ടേക്ക് കേട്ടോ. ഓക്കെ, വന്നപ്പോഴേക്കും ക്രൗൺ ഒക്കെ തരുന്ന ചുമ്മാ വെറുതെ രസത്തിനെ 6 മാറ്റി എല്ലാക്കി ക്ലൗണായല്ലോ. പറയട്ടെ. നേരത്തെ വന്ന് പോയിണ്ടാവും. അപ്പോ ഡോൺ കുട്ടപ്പ, ഡോണേ വെരി സിമ്പിൾ. ഇവിടെ തന്നെ ചെയ്യാട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈൻഡപ്പ് ആണ്. 1+√3 ആണ് മേലെ, താഴെ 3+√3 ആണ്. 2 √3 പുറത്തെടുക്കാം. ഈ 3+√3 2 √3 പുറത്തെടുക്കുമ്പോൾ ഈ 3ൽ √3 ബാലൻസ് ഉണ്ടാവുകയും ഈ √3ൽ 1 ബാലൻസ് ഉണ്ടാവുകയും ചെയ്യൂലേ? ചെയ്യും. പ്ലസ് sec inverse of root of 8 + 4 √3 ആണ്. ഈ 8 4 നമുക്ക് 4 പുറത്തെടുത്തൂടെ. 4 പുറത്തെടുത്താൽ അവിടെ 2 + √3 അല്ലേ ഉണ്ടാവുക, ഡിവൈഡ് ബൈ അടിയുന്നോ എനിക്ക് 3 പുറത്തെടുക്കുക അടിയുന്നത് അല്ലേ. 3 പുറത്തെടുത്താൽ അടിയിൽ 2 + √3 ഉണ്ടാവും അല്ലേ. ഈ 2 + √3 ഈ 2 + √3 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ. ബാക്കി നമുക്ക് നോക്കാമേ. ഈ 1+√3 ഈ 1+√3 ക്യാൻസൽ ആയി ബാക്കി ഇവിടെ 1 വരും അല്ലേ. അപ്പൊ tan inverse of 1/√3 ആയിട്ട് മാറും. tan inverse of 1/√3 എന്ന് പറയുമ്പോൾ അത് π/6 ആണ്. tan inverse of 1/√3 tan inverse of 1/√3 π/6 ആകുന്നു. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കൂ, റൂട്ടിനുള്ളിൽ 4 ഉണ്ട് 3 ഉണ്ട് ഇല്ലേ. അപ്പൊ √4/3 പറഞ്ഞാൽ sec inverse of 2/√3 2/√3 വീണ്ടും π/6 π/6ഉം π/6 കൂട്ടുമ്പോൾ π/3 ആകുന്നു. ഓപ്ഷൻ ബി will be the answer. എന്നും ഐ ആം 1 lols. ഓക്കെ, നേരത്തെ വന്ന് പോയല്ലോ. വാട്ട് ഈസ് ടോട്ടൻ വന്നു. ആരെ ടോട്ടൻ? ഈവൻ ടൈറ്റാൻ ടാൻ ഇൻവേഴ്സ് ആക്കിക്കൂടെ സെക്കൻഡ്. എന്തിനും ടാൻ ഇൻവേഴ്സ് ആക്കുന്നത്? വളഞ്ഞ് കയറേണ്ട ACP സിമ്പിളായിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ടാൻ ഇൻവേഴ്സിലോട്ടൊക്കെ പോകുന്നത്? ടാൻ ഇൻവേഴ്സിലോട്ടൊക്കെ പോകുമ്പോൾ മുകളിൽ ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് ഈ 8 + 4 √3 ഓപ്പോസിറ്റൊക്കെ ആക്കി എടുത്തിട്ട് ഇതിനെ ഒക്കെ ആക്കി എടുത്തിട്ട് എടുക്കുമ്പോഴേക്ക് നേരം വെളുക്കൂലേ. സോ എളുപ്പമുള്ളപ്പോൾ നമ്മൾ എന്തിനാ ടഫ് പാർട്ടിലോട്ട് പോണേ? നോ നീഡ് റൈറ്റ്. ടാൻ സിംപ്ലിഫൈ ചെയ്ത് കിട്ടില്ല എന്ന് ബാക്കി സെറ്റ്. വെളുക്കാൻ വെച്ചത് പാണ്ടാവട്ടാ. അപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെത് കാശിക്കുട്ട ഒറ്റടിക്ക് നോക്കുമ്പോൾ പാട്ടച്ചോനെ അതിനങ്ങോട്ട് മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് കിട്ടും, ഇതൊരു കോമൺ കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അടിയിൽ 3+√3 നമ്മളെ പറ്റിച്ചാൻ വേണ്ടി പറ്റിക്കും നമ്മൾ കേട്ടോ. ഡോൺ പീസ് ആകുമ്പോൾ ഓക്കെ അല്ലേ. ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും ക്ലാസ്സുകളിലേക്ക് വരും. നമ്മൾ ഇനി സെഷൻസ് അറ്റൻഡ് ചെയ്യും. നമ്മൾ ഇനിയും ക്വസ്റ്റൻസ് ചെയ്യും. സോ ഇന്ന് വൈൻഡിങ് അപ്പാണ്. സോ സീ യു ഫോർ ദ നെക്സ്റ്റ് ഡേ. നമുക്ക് അടുത്ത ദിവസം, അടുത്ത ഞായറാഴ്ച ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് കാണാം. ബാച്ച് ലൈവ് കാണാം. ഇനി 1 ഷോട്ട് ലൈവ് ഉണ്ടെങ്കിൽ അതിൽ കാണാം. ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യുക. 9 മണിയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു. ക്ലാസ് വർത്തായിരുന്നോ? 2 മണിക്കൂർ ഇരുന്നിട്ട് ഒരു റിവിഷൻ കിട്ടിയോ? ബോർഡ് ലെവലൊന്നും ഒരു ടച്ചപ്പ് കിട്ടിയോ? മുമ്പ് പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയി, ഒന്നും കൂടി പിക്ചർ സെറ്റായി കിട്ടിയോ? ഒറ്റ റെസ്പോണ്ട് 1 മിനിറ്റിൽ ഒറ്റ റെസ്പോണ്ട്. എന്നിട്ട് പോ. റെസ്പോണ്ട്. വേഗം പറ. ആ സെറ്റ് കൺസെപ്റ്റൊക്കെ ഒന്നും കൂടി ക്ലാരിറ്റി ആയി. ഇങ്ങനെയൊക്കെ ചിന്തിക്കാമായിരുന്നൊക്കെ തോന്നി, അങ്ങനെയൊക്കെ ചെയ്തു, ഇനി കുറച്ചുകൂടെ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ആക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് പോടാ മക്കളെ. അപ്പം നമുക്ക് വീണ്ടും കാണാം. സോ എൻ്റെ ഡ്രസ്സ് 2 പാർട്ട് ഓഫ് കളറാണെങ്കിലും മൈ മൈൻഡ് ഇസ് ഓൾവേസ് സിങ് വിത്ത് യു ഗൈസ്. ഓക്കെ.
Bharadwaj. Hi Bharadwaj. How are you? What a good name. Ennam. Yeah, Ennam. Vanakkam. Vanakkam. വിശക്കുന്നു. ഫീൽ സോ ഹങ്കർ സർ. വീട്ടിൽ പോകണം. ഇന്ന് വീട്ടിൽ പോയിട്ട് നല്ല പുട്ടും, ചൂടുള്ള നല്ല പുട്ടും, പിന്നെ സംതിങ് കബുളിക്കടല കടി മസാല സംതിങ് ഇസ് ഡിയർ. മറ്റേ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ല, അവൻ പറഞ്ഞ ഉണ്ട് സ്ക്വീസ് ഓഫ് ലെമൺ. ആ സാധനം അത് കണ്ടിട്ടില്ല നിങ്ങൾ? ഇൻസ്റ്റഗ്രാമിൽ എടുത്ത് എൻ്റെ കുക്കിംഗ് ഷട്ടൊക്കെ അയച്ചിട്ട് എടുത്ത് കുക്ക് ചെയ്യുന്നില്ലേ, അവൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് വേർഡല്ലേ. സം സ്ക്യൂസ് ഓഫ് ലെമൺ with a masala. I think he is from something outside. Kadala, not kadala, sir. Not kadala. We're having something different. Putting kadala is a common combination, right? Should be like something like uncommon. Appa pinna pote paakala. Good night. പുട്ടു ആൻഡ് കേട് നീ കഴിച്ചാൽ മതി സി പേട്ടാ. തൈരും പുട്ടും എനിക്കിഷ്ടമല്ല. അയ്യയ്യേ. പാലക്കാടൻ വെള്ളത്തിയാണ്, പാലക്കാടൻ ബട്ടറാണ്. അപ്പം അതേ വരൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് പുട്ടിന് നല്ല ചെമ്മീൻ്റെ ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ഒരു മസാല. അതിങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആ ഉള്ളിൻ്റെ സ്ലൈസൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് ഇങ്ങോട്ട് കുഴച്ചിട്ട് അടിക്കണം. സെറ്റ് അല്ലേ? ഒരു മീഡിയം ചെമ്മീൻ അത് നമ്മൾ പൊരിച്ച് വേവിച്ചതിന് ശേഷം മസാലയിലേക്ക് ഇട്ടിട്ട് ഇതാക്കിയിട്ട് അതും ഈ പുട്ടും കൂടെ കൂട്ടി ആ ചൂടിൽ സൂപ്പർ. ഗുഡ് നൈറ്റ്. സത്യമല്ലേ, നല്ല ഫുഡല്ലേ, ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിട്ടാണ്. അത് ആ പുട്ടിൻ്റെ ഇലക്ക് ഇങ്ങനെ കൂടെ ഒഴിച്ച് പകുതി പുട്ടുമ്പലും പകുതി പ്ലേറ്റിലേക്കും വീണിട്ടേ രണ്ടോട് മിക്സ് ആക്കിയിട്ട് കഴിപ്പുണ്ട്. അടിപൊളി. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ബൈ. ഞാൻ വീട്ടിൽ പോട്ടെ, എൻ്റെ വിശപ്പ് കൂട്ടാ.